بسم الله الرحمن الرحيم يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകരെ, അതുപോലെ നമുക്ക് ഈ പരിപാടിയിൽ വിഷയം അവതരിച്ച് സംസാരിക്കാനെത്തിയ ഫൈസൽ മുസ്ലിയാർ, മറ്റു സഹപ്രവർത്തകരെ, നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം. കൂടുതൽ വിശദീകരിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ പരിപാടി പറമ്പിൽ പീടികയിൽ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ച ഒരു പരിപാടിയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സംഘടനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ടായിരിക്കുന്ന സംശയങ്ങൾക്ക് പൊതുപ്രഭാഷണമല്ലാത്ത രൂപത്തിൽ ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് വിഷയം അവതരിപ്പിക്കുകയും ആ വിഷയം കേട്ടതിന് ശേഷം ആ പങ്കെടുത്ത ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് അവരുടെ സംശയ ദൂരീകരണത്തിന് മറുപടി പറയുക എന്നൊരു ഉദ്ദേശത്തിൽ കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇതുപോലെ ഒരു പരിപാടി ഇന്നലെ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മളെ അതിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും നമ്മളതിൽ പങ്കെടുക്കുകയും ചെയ്തു. ക്ഷണിക്കപ്പെട്ട ആളുകൾ നമ്മോട് പറഞ്ഞത്, നിങ്ങൾക്ക് സംശയം വല്ലതുമുണ്ടെങ്കിൽ അവിടെ ചോദിക്കാമെന്ന അവരുടെ ഉപദേശം കേട്ടുകൊണ്ടാണ് നമ്മൾ ആ പരിപാടിയിൽ പോയതും അവിടെ പങ്കെടുത്തതും. പക്ഷേ എന്തോ എന്നറിഞ്ഞില്ല, അവസാനം നമുക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ളൊരു അവസരം തരാതെ യോഗം പിരിച്ചുവിടുകയും, എന്നാൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പ്രാസംഗികൻ്റെ ശൈലി സദസ്സിനോടുള്ള ചോദ്യരൂപത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് നിമിത്തം ചില കാര്യങ്ങൾ നമുക്ക് ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കാനും ചില വിഷയങ്ങളുടെ അദ്ദേഹം പറഞ്ഞതിലുള്ള തെറ്റുകൾ അവിടെ വെച്ച് തന്നെ ചൂണ്ടിക്കാണിക്കാനും ചില വിഷയങ്ങളിൽ മാത്രം കഴിഞ്ഞു. അത് അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ ശൈലി ജനങ്ങളോട്, ഓഡിയൻസിനോടുള്ള ചോദ്യരൂപത്തിലായതുകൊണ്ട് പല ആളുകളും ചോദ്യത്തിന് മറുപടി പറയാതെ തലയാട്ടി നിൽക്കുന്ന ഒരവസ്ഥ കണ്ടപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ അവർ കരുതും ഇതിന് മറുപടി ഇല്ലാഞ്ഞിട്ടാണെന്ന്. പക്ഷേ മറുപടി ഉണ്ട്, എന്നാലും അത് നമുക്ക് വേണ്ട രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലതൊക്കെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വിഷയങ്ങളിൽ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പണ്ഡിതൻ NB സാലിമിൻ്റെ പേരിൽ അദ്ദേഹം എഴുതിയ താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ജിന്നിനോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്ന രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്ന് ഒരു ഉദ്ധരണി വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചു. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി ആ ഉദ്ധരണിയിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അത് എന്തിനാണ് സാലിംക ഉദ്ധരിച്ചത് എന്നുള്ളത്. അദ്ദേഹം സലഫി പണ്ഡിതന്മാരിൽ ചിലർ ഈ യാ ഇബാദല്ലാ അയുനീനി എന്ന് പറയുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത്, അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിക്കുന്നത് ജായിസാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഉണ്ട്. എന്നാലും അത് ശിർക്കാണെന്ന് പറഞ്ഞ് ഒരു പണ്ഡിതനും ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത്. പക്ഷേ ഇവർ നേരെന്ത് ചെയ്തു? ഇത് അനുവദനീയമാണ് എന്ന രൂപത്തിലേക്ക് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ അത് നമുക്ക് അവിടെ ബോധ്യപ്പെടുത്താൻ കഴിയും. മറ്റൊരു കുതന്ത്രത്തിൻ്റെ മറ്റൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് കേട്ടോ. ഇത് ഒരാളുടെ പേരിൽ നമ്മളൊരു ആരോപണം ഇടുകയാണ്, അത് നിവൃത്തിയില്ലായിട്ട് മാത്രമാണ്. ക്ലിപ്പ് സത്യസന്ധമല്ലാതെ എൻ്റെ പേരിൽ കൊടുത്തതുകൊണ്ട് ഞാൻ കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നതിന് പകരം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറഞ്ഞ് തെറ്റിദ്ധാരണ തിരുത്തുകയാണ്.
ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ എവിടെയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങൾ തിരുത്തി പറയണം. മനസ്സിലായില്ലേ? ഇനി ഞാൻ ഈ വിഷയം ഇതാണ് ഒന്നാമത്തേത്. അവർ ഒരിക്കലും എന്നെ സംശയിക്കാൻ പാടില്ല ഈ വിഷയത്തിൽ. കാരണം ഞാൻ അവർക്ക് എഴുതി കൊടുത്തതാണ്, സംസാരിച്ചതാണ്, പലവട്ടം സംസാരിച്ചതാണ്. ഇനി അതന്നെ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇതുവരെ പ്രസംഗിച്ചെന്താ? മഞ്ചേരി സമ്മേളനം നടക്കുന്നത് വരെ, കൊപ്രാക്കള സമ്മേളനം നടക്കുന്നത് വരെ പ്രസംഗിച്ചെന്താ? ആരാ പറഞ്ഞത് തേടാം ശിർക്കല്ല എന്ന്? ആരാ പറഞ്ഞത്? ശിർക്കാണ്, 100 വട്ടം ശിർക്കാണെന്നൊക്കെ പറഞ്ഞു നടന്ന ആളുകള്, അത് എഴുതി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആളുകള്, ശിർക്കു തന്നെ എന്ന് മാതൃഭൂമി, ശിർക്കു തന്നെ എന്ന് മാധ്യമം, അതിന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ആളുകള് ഇപ്പോ ഇറക്കുന്ന, ഇപ്പോ നെറ്റ് വഴി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഇത്. അതിനാണ് ഇപ്പൊ ഓരോന്നിങ്ങനെ വരില്ല കയ്യില്. അപ്പോ ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം എന്ന ടൈറ്റിൽ. എന്താണ്? ജിന്നുകളോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. ബഹുമാനായ ഷെയ്ഖ് സാലിഹ് ആലു ഷെയ്ഖിന്റെ പേര് വന്നിട്ടുള്ള ഒരു ലേഖനം NV മുഹമ്മദ് സാലിം എന്ന് പറയുന്ന ആള് വിവർത്തനം ചെയ്തിട്ട് സലഫി വോയിസ് എന്ന് പറയുന്ന അവരുടെ സൈറ്റിലൂടെ പ്രചരിപ്പിച്ച് ഇമെയിലിലൂടെ ഒക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പറാണിത്. ഈ ലേഖനത്തിൽ സാലിഹ് ആലു ഷെയ്ഖിന്റെ ഈ ഫത്വ വിവർത്തനം ചെയ്തതിന്റെ അടിയിൽ ഇതിന്റെ 5ാമത്തെ പേജിൽ അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം പറയാണ്. അടിവരയിട്ടൊരു കാര്യം പറയുന്നത് അറിയോ? ഇവിടെ പ്രത്യേക പരാമർശം അർഹിക്കുന്ന ഒരു വിഷയമാണ് അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ അവർ വെച്ച മാനദണ്ഡങ്ങൾ. എന്നുവെച്ചാൽ ജിന്നോട് സഹായം ചോദിക്കൽ എന്താണ്? ശിർക്കാണോ? മിണ്ടിടില്ലേ? ശിർക്കാണോ? വസീലത്തു ശിർക്കാണോ? ഹറാമാണോ? അല്ല, നേരെ മറിച്ച് അനുവദിച്ചപ്പോൾ ചില മാനദണ്ഡം വെച്ചിട്ടുണ്ട് നാം. എന്താ 2 മാനദണ്ഡം ഉള്ളത്? ജിന്നിനോട് സഹായം ചോദിക്കാൻ എത്ര മാനദണ്ഡം ഉണ്ട്? 2 മാനദണ്ഡം. കുളിയുടെ ഫർള് എത്രയുണ്ട്? 2. അതുപോലെ തന്നെ ജിന്നിനോട് സഹായം തേടണമെങ്കിൽ, നിങ്ങൾക്കൊരാൾക്ക് തേടണമെങ്കിൽ എത്ര മാനദണ്ഡം ഉണ്ട്? 2. ഏതൊക്കെ? 1, ഹറാമായ കാര്യത്തിനോ, കള്ളു കുടിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, വ്യഭിചരിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, അങ്ങനെ ഹറാമായ മാർഗത്തിനാകാൻ പാടില്ല, ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ ആരോട് സഹായം ചേരാം, ആരോട് സഹായം തേടാം? ജിന്നിനോട്. പക്ഷെ 2 ഉപാധി. ഏതാ 2 ഉപാധി? ഹറാമായ മാർഗത്തിലൂടെ ആകാൻ പാടില്ല, അതുപോലെ തന്നെ ഹറാമായ കാര്യത്തിനും ആകാൻ പാടില്ല. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട് എന്ന് പേപ്പറിലടിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ, ആ പ്രസ്ഥാനത്തിൽ തൗഹീദ് പഠിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളോ, ആ കുട്ടികൾക്കിടയിലേക്ക് അവരുടെ കയ്യിലേക്ക് അച്ചടിച്ചു കൊടുക്കുമ്പോ ആ കവാടത്തിൽ അവശേഷിക്കുന്ന 2 കൊളുത്തുകൂടി ഊരാനുള്ള പണി നടത്തുകയാണ്. കാരണം ആ ചങ്ങല നിങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു, ആ പൂട്ട് നിങ്ങൾ തകർത്തു കളഞ്ഞു. ഇനി അവശേഷിക്കുന്ന ആ കവാടത്തിന്റെ 2 ആ കുറ്റി മാത്രമാണ് അവശേഷിക്കുന്നതെങ്കിൽ ആ കുറ്റി കൂടി തുറന്നു കൊടുക്കാനുള്ള വഴി അന്വേഷിക്കുകയാണ്. അഥവാ ഹലാലായ കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിൽ ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാണെന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്നൊരു തത്വം കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ആ ലേഖനം. 6 പേജുള്ള ചെറിയ ലേഖനമാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ജിന്നിനോട് സഹായം ചോദിക്കൽ നിഷിദ്ധം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇത് പറഞ്ഞ് ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു പ്രസംഗം ഉണ്ടാക്കി നെറ്റ് കൂടെ വിടുകയെന്ന് പറഞ്ഞപ്പം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി നിങ്ങൾ പ്രസംഗിക്കല്ലേ, കാരണം ഇന്ന് വേറെ ക്ലിപ്പും വരും. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ച്, എന്നാൽ ഇതൊരു രേഖയാണ്, ഒരുപാട് ഇത് അങ്ങനെ ക്ലിപ്പ് കട്ട് ചെയ്യാനൊന്നും ഇല്ല. ഇത് വായിച്ചു നോക്കി നമ്മുടെ ഇടയിലുള്ള തർക്കം മുഴുവനും ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതാണ് ആ ലേഖനം, വളരെ ചെറിയ ലേഖനം. സാലെ ആൽ ഷെയ്ഖിൻ്റെ ഒരു ചോദ്യോത്തരം ഞാൻ വിവർത്തനം ചെയ്തതാണ്. അതിൻ്റെ താഴേക്ക് വാ, 5ാമത്തെ പേജ്. ഇനി താഴെ പോകണം. അവിടെ. ഇതാണ് ഇപ്പോൾ അവർ വായിച്ചത്. മനസ്സിലായില്ലേ? അവർ വായിച്ചിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പരാമർശമർഹിക്കുന്ന ഒരു വിഷയമാണ് അഹ്ലുസുന്നയുടെ ചില പണ്ഡിതന്മാർ ജിന്നിനോടുള്ള സഹായം ചോദിക്കൽ അനുവദിച്ചപ്പോൾ. ഇത് ആ വാചകം അതുവരെ അദ്ദേഹം വായിച്ചു, അതായത് 2ാമത്തെ വരി പകുതി വരെ. ഈ അടിക്കുറിപ്പ് കൊടുക്കാനുള്ള കാരണം അതിൻ്റെ മേലുണ്ട്.
ഈ വിഷയം പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തുകയും സാലെ ആൽ ഷെയ്ഖ് എഴുതുകയാണ്. അതിൻ്റെ ഒന്നും കൂടെ മേൽക്ക് പോകും. താഴെ ഇതാ, ഈ വിഷയം പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജിന്നിനെ ഉപയോഗപ്പെടുത്തുകയും ചില പണ്ഡിതന്മാർ അത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് മാർഗമന്വേഷിക്കുന്നവർക്കുമെതിരിൽ തെളിവ് സ്ഥാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാലെ ആൽ ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഹറാമാണെന്നാണ്. അതുകൊണ്ട് ഹറാമാണ് എന്നതിന് ജിന്നിനോട് സഹായം ചോദിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ ഉദ്ധരണി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരിൽ തെളിവ് സ്ഥാപിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അടിക്കുറിപ്പ് ഞാൻ കൊടുത്തതാണ്. ആ അടിക്കുറിപ്പിൽ ഇനി അതിന് ശേഷത പിന്നെ അദ്ദേഹം വായിക്കുന്നത് 2 നിബന്ധനയോടുകൂടി ജിന്നുകളോട് സഹായം ചോദിക്കാം എന്ന് പറയുന്നുണ്ട്. അവ ഹറാമായ കാര്യത്തിനോ ഹറാമായ മാർഗത്തിലൂടെയോ ആവരുത് എന്നുള്ളതാണ്. ഇത്ര വരെ വായിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, ഞാൻ ജിന്നുകളോട് സഹായം ചോദിക്കാനുള്ള ഫിഖിഹിയായ മസല വിശദീകരിച്ച് അത് ജനങ്ങൾക്ക് അഹ്ലുസുന്നൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ ജിന്നിനോട് സഹായം തേടാൻ വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ. എന്നാൽ അതിൻ്റെ തുടർന്ന് നിങ്ങൾ വായിച്ചു നോക്കി. എന്നാൽ അധികം ആളുകളും തുടക്കത്തിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും പിന്നീട് അവ ജിന്നുകളുടെ വാക്കുകൾക്ക് അടിമപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ ഷെയ്ഖ് സാലെ ആൽ ഷെയ്ഖ് ഹഫിളഹുല്ല ഈ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അവർ ഷിർക്കിൽ കൂപ്പുകുത്തും. അതാണ് വസീലത്തു ഷിർക്ക് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുഖബിൽ വാദിയും അതുപോലെയുള്ള സാലെ ഉസൈമീനൊക്കെ പറഞ്ഞിട്ടുണ്ട്, റഹിമഹുമുള്ള അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വാദം നമ്മൾ എടുക്കാൻ പാടില്ല. ആ വാതിൽ തീർച്ചയായും അടയ്ക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനിവിടെ സ്ട്രെസ് ചെയ്ത പോയിന്റ്, ഈ പണ്ഡിതന്മാരുടെ ഇങ്ങനെയുള്ള പരാമർശം കാരണം അവർ ഷിർക്കിൻ്റെ പ്രചാരകരെന്നോ മുശ്രിക്കായെന്നോ അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതായത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ അനുവദനീയം എന്ന പണ്ഡിതന്മാരെ പറ്റി പോലും അഹ്ലുസുന്നയുടെ ആരും തന്നെ അവരുടെ മേൽ ഷിർക്ക് ആരോപിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഒരു പണ്ഡിതനും അനുവദനീയമാണെന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്നത് ഹറാമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഷിർക്ക് ആരോപിച്ചിട്ട് പുറത്താക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മുടെ സംഘടനയെ കൊത്തി നുറുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. തൗഹീദി പ്രബോധനം കുറച്ച് കാലമായിട്ട് നിച്ചിൻ്റെ ദാവത്ത് നിലച്ചു. തൗഹീദി പ്രബോധനം നിർത്തിവെച്ചതുപോലെ ഖുറാഫികളൊക്കെ ഇന്ന് മേയാണ്. ബിദ്അത്തും തോന്നിവാസും പറഞ്ഞ അവർ മേയാണ്. അതുപോലെ ഒന്നാമതായി അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ സക്കരിയ സ്വലായിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം ചോദിക്കാമെന്നോ വാദമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാ, നല്ലൊരു അദ്ദേഹത്തിൻ്റെ ആ അവതരണം നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. കാരണം നമ്മുടെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയെ പോലെയുള്ള നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ പറയുന്നത് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ സീഡികളിലൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ KV അബ്ദുൽ ലത്തീഫ് മൗലവി ഒക്കെ പറയുന്നത് ദുആ ഇരക്കാം എന്നാണ്. ആ വാദത്തിൽ നിന്ന് അവർ മാറി എന്നത് അൽഹംദുലില്ലാ നല്ലൊരു ലക്ഷണമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. അതുപോലെ അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചത് ഈ യാ ഇബാദല്ലാ ശിർക്കാകാനുള്ള ഒരു കാരണത്തിൽ എണ്ണി പറഞ്ഞത് മലക്കും ജിന്നും അബോധിക സൃഷ്ടികൾ അല്ലെങ്കിൽ അബോധികമാണ് എന്ന രൂപത്തിലായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ എല്ലാം വിശദ വിവരണങ്ങൾ ബഹുമാന്യനായ പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാർ ഇവിടെ വിശദീകരിക്കും. ആ പരിപാടിയിൽ അവസാനം വരെ ജിന്നിനോട് അല്ലെങ്കിൽ യാ ഇബാദല്ലാ അഅ്യുനീനി എന്ന ഹദീസിൻ്റെ ലഫ്ളിൽ അതിൻ്റെ മത്നിൽ ശിർക്കുണ്ട് എന്ന് ഏതെങ്കിലും പണ്ഡിതനായി പറഞ്ഞതായിട്ട് ഇന്നലെ അവിടെ തെളിയിക്കാൻ കഴിയും. അതാണ് നമ്മുടെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മർമ്മം. ഈ ഹദീസിൻ്റെ മത്നിൽ ശിർക്കുണ്ടോ ഇല്ലേ, ഇതാണ് അഭിപ്രായ വ്യത്യാസം. മറ്റ് ജിന്നിനോട് സഹായം തേടുക എന്നുള്ളത് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഷിർക്കാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഈ ഹദീസിൻ്റെ ലഫ്ളിൽ ഷിർക്കുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ വളരെ വിശദമായിക്കൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഇത് ഇവിടെ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വിഷയം കേൾക്കണം. കാരണം ഇത് നമ്മളെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് നമ്മൾ വെറുതെ സംഘടന അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ചേരിയിൽ നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി മാത്രമുള്ളതല്ലത്. ഇത് നമ്മൾ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നമുക്കറിയാം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപമാണ്. ഇന്നലെ നാസർ സുലൈമി ഇവിടെ പറയുകയുണ്ടായി, മടവൂർ വിഭാഗവുമായി നമ്മളുണ്ടായ തർക്ക വിഷയങ്ങളിൽ ജമിയത്തുലമ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഓരോ കോപ്പിയും ഓരോ യൂണിറ്റിലേക്ക് അയക്കുകയും ചെയ്തു.
പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. എന്താണ് ഒരു പക്ഷത്തിൻ്റെ വാദം, മറ്റു പക്ഷത്തിൻ്റെ വാദം എന്ത് എന്ന് രണ്ടും വെച്ചിട്ട് ഇതിൽ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം എന്ത് എന്ന രൂപത്തിൽ ഒരു തീരുമാനം എടുക്കുക പോലും ചെയ്തിട്ടില്ല. എടുത്ത തീരുമാനത്തിന് എതിരായിട്ട് കൊണ്ടാണ് പുസ്തകങ്ങൾ വരെ ഇറങ്ങിയത്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊന്നും ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. പക്ഷേ ഈ വിഷയം എന്താണ്, ഈ വിഷയം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിക്കും. എന്നതിന് ശേഷം നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്താണോ അത് ഓരോരുത്തർക്കും ചോദിക്കാം. സംശയം തീർത്തതിന് ശേഷമേ നിങ്ങൾ പോകാവൂ. അതിന് റെഡിയായി തന്നെയാണ് ഫൈസൽ മുസ്ലിയാർ വന്നിട്ടുള്ളത്. ഇന്നലെ പ്രസംഗം കേട്ട പല ആളുകളും ഇതിലുണ്ടാകും. ആ പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങളിൽ സംശയമോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുഴുവനും ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കണം പോകേണ്ടത്. ഇത് ആരോടും നമുക്കുള്ളൊരു വിദ്വേഷമോ മറ്റുള്ള ഒന്നുമല്ല. കാരണം സത്യം സത്യമായി ബോധ്യപ്പെടണം. ആ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകണം. ഹക്ക് എവിടെയാണോ അവിടേക്ക് നമ്മൾ തിരിച്ചു ചെല്ലണം. ഈ ഭാഗത്താണ് സത്യമെങ്കിൽ ഇതിലേക്ക് നമ്മൾ അത് നമുക്ക് അതിലൊരു സങ്കോചവും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഇപ്പോൾ അത് നിന്ന് പോയില്ലേ എന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ പാടില്ല. ആരെയാണോ സത്യം പറയുന്നത് ആ സത്യത്തിനെ പ്രമാണത്തിനോട് യോജിച്ചുകൊണ്ട് നമ്മൾ അവിടെ എത്തിപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വിഷയം അവതരിപ്പിച്ച് ഈ വേദിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹനീഫ ഓടക്കലിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇസ്ലാഹി പ്രവർത്തകരെ, നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയുടെ ഉദ്ദേശം സ്വാഗത പ്രസംഗത്തിൽ നിങ്ങളെല്ലാം ഗ്രഹിച്ചിട്ടുണ്ടാവും. നമ്മുടെ സംഘടനയിൽ അടുത്തുണ്ടായിട്ടുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസവും ഇതിൻ്റെ പേരിൽ സജീവമായി രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ വളരെയധികം വിഷമത്തിന് കാരണമാകുന്ന രീതിയിൽ പിരിച്ചുവിടുകയും ബഹിഷ്കരിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അതിദയനീയമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. സത്യത്തിൽ ദീനീ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പുതിയ അനുഭവങ്ങളല്ല. ദഅവത്തിൻ്റെ രംഗത്ത് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാവുമെന്നും മുൻഗാമികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നും അറിയുന്ന നമ്മളെ സംബന്ധിച്ചോളം അത് ഒരു പരീക്ഷണമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം കൂടുതൽ കരസ്ഥമാക്കാനുള്ള കാരണമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്നാലും നമ്മുടെ അഖീദയുടെ വിഷയമായതുകൊണ്ട് ലോകത്ത് സലഫികളുള്ള എവിടെയും ഇത്തരം ഒരു ദുർബല ഹദീസിൻ്റെ പേരിൽ അത് മുന്നിട്ട് ഇട്ടുകൊണ്ട് പ്രവർത്തകരെ മാറ്റി നിർത്തുകയോ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാക്കുകയോ ഒരു പുറത്താക്കലോ ലോകത്തെവിടെയും നടക്കുന്നില്ല. മറിച്ച് നമ്മുടെ കേരളത്തിൽ വർഷങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ അവസാനമായി ജനങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ജിന്നിനോട് സഹായം ചോദിക്കാം, അതിന് ഹാദിറും ഗായിബും എല്ലാം പറഞ്ഞ് കൺഫ്യൂഷനാക്കി ഒരു പ്രയാസമുള്ള വിഷയമായതുകൊണ്ട് സാധാരണക്കാർ ആ വിഷയം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഇതിനെ ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ വിഷയം ജനങ്ങളെ മുന്നിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ഗൗരവത്തിൽ ഈ വിഷയം ഒരു മുൻ ധാരണയും ഇല്ലാതെ, നമ്മളെല്ലാം സംഘടനയുടെ ആളുകളാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്, ആദർശമാണ് നമുക്ക് പ്രധാനം, അതിനെ പോഷിപ്പിക്കുവാനും അതിൻ്റെ കരുത്തിനും അതിലൂടെ നമുക്ക് പരലോകത്ത് മോക്ഷം കിട്ടുവാനും അത് സംഘടനാ സംവിധാനത്തിലാക്കിയവരാണ് മുജാഹിദ് പ്രവർത്തകർ. അത് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് വന്നതും. അതുകൊണ്ട് ഇത് എന്താണ്, രണ്ട് കൂട്ടരും പറയുന്നത് എന്ത്, അതിൽ നമ്മൾ ഏത് മാർഗം സ്വീകരിക്കണം എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അല്ലാത്തൊരു പക്ഷം നമുക്ക് രണ്ട് കൂട്ടരും കേൾക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഏകപക്ഷീയമായി സംഘടന എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുകയോ ചെയ്യുക എന്ന ചിന്ത ഒരു ദീനീ പ്രവർത്തകന് ഉണ്ടാവാൻ പാടില്ല. അതിന് പറയാൻ കാരണം, ഒരു പക്ഷേ ഈ ഇലക്ഷനുകളിലൊക്കെ 2-3 വോട്ടിനാണ് ഈ പാനലുകൾ വിജയിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സംഘടന പറയുന്നിടത്താണ് നിൽക്കുക എന്ന് തീരുമാനിച്ചാൽ 2 വോട്ടിന് വേണ്ടിയിട്ട് ഷിർക്ക് തൗഹീദാവുകയും തൗഹീദ് ഷിർക്കാവുകയും ചെയ്യുന്ന വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാവും. ഉദാഹരണം, ഇപ്പോൾ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ടീം യാ ഇബാദല്ലാ അഈനുനി എന്ന ഹദീസിൻ്റെ മത്തിനിൽ ഷിർക്കുണ്ട് എന്ന് പറയുകയും അതല്ലാത്തൊരു ടീമാണ് വരുന്നതെങ്കിൽ അവർ ഷിർക്കില്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും ഇസ്ലാഹി പ്രവർത്തകർക്ക് ഉചിതമല്ല. മറിച്ച് പ്രമാണങ്ങളാണ് നമുക്ക് പ്രധാനം. എക്കാലത്തും പ്രമാണങ്ങളുമായി മുന്നോട്ട് പോയവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് പ്രമാണം ആരുടെ കൂടെയാണ്? ഈ വിഷയത്തിൽ ഒരാളെ മുശ്രിക്കാക്കാൻ എന്ത് തെളിവാണ് ഈ ആരോപിതർക്കുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഗ്രഹിക്കുകയും സത്യത്തിനോടൊപ്പം നിൽക്കുകയും സത്യം മാത്രം പറയുന്നവരോടൊപ്പം
കൂടെ നിൽക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ ബഹുമാന്യ പണ്ഡിതൻ ഫൈസൽ മുസ്ലിയാരെ ക്ഷണിച്ചുക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ശിർക്കിൻ്റെ നേരിയ ഒരംശം പോലും കടന്നു വരാതെ മുത്തഖീങ്ങളും മുവഹിദുകളുമായി ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകേണ്ടതില്ലാത്ത ഒരു അഭിപ്രായ വ്യത്യാസം എന്തോ ചില കാരണങ്ങളാൽ നമുക്കിടയിൽ ഉണ്ടായി. സ്വാഭാവികമായും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ യാഥാർത്ഥ്യമെന്ത് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായിത്തീരുന്നു. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ഇത്തരം വിശദീകരണങ്ങളെ അതാര് എവിടെ സംഘടിപ്പിച്ചാലും അതിനെയെല്ലാം ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ കാണണം എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ദീനിയായ ഒരു വിഷയം എന്ന നിലക്ക് ആ ഒരു ഗൗരവത്തിൽ കാര്യങ്ങളെ കാണുകയും ആ ഒരു ഇഖ്ലാസും നസീഹത്തും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറയാനും ജയിക്കാനും പരാജയപ്പെടുത്താനും വാദിക്കാനും എന്നുമുള്ള വേദിയായി നാം ഇത്തരം വേദികളെ കാണേണ്ടതില്ല. ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ലോക പണ്ഡിതന്മാരൊക്കെ എങ്ങനെയാണ് ആ വിഷയത്തെ നോക്കിക്കണ്ടത് എന്ന ഒരു പഠനത്തിനുള്ള അവസരം മാത്രമായി നാം ഇതിനെ കാണുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ഈ സമൂഹത്തോട് അടിസ്ഥാനപരമായി പഠിപ്പിച്ച ആദർശമാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായമർത്ഥിക്കാവൂ എന്നത് വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ നാം പഠിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മുമ്പിലുള്ള പ്രബോധിതരായ സമൂഹം, സമസ്തക്കാർ, അവർ അള്ളാഹുവിന് പുറമെ മരിച്ചുപോയ അംബിയായിനെയും ഔലിയായിനെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും അതിന് പ്രാർത്ഥന എന്ന പദം പ്രയോഗിക്കാതെ സഹായം തേടുക എന്ന ഇസ്തിഗാസ എന്ന പദം അവർ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ട് അവരത് ന്യായീകരിക്കാൻ ശ്രമിച്ചു. അവരോട് നാം പഠിപ്പിച്ചു കൊടുത്തത്, നിങ്ങൾ നിർവഹിക്കുന്ന ഈ ഒരു ഇസ്തിഗാസ, നിങ്ങൾ നിർവഹിക്കുന്ന ഈ ഒരു സഹായ തേട്ടം അത് തന്നെയാണ് പ്രാർത്ഥന. അതുകൊണ്ട് അത് അവർക്കുള്ള ഇബാദത്താണ്, അത് റബ്ബിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ് എന്ന് നാം അവരെ പഠിപ്പിച്ചു. ആ രംഗത്ത് നാം ഉപയോഗിച്ച ചില സാങ്കേതിക പദങ്ങളായിരുന്നു ഭൗതികം, അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അധീനം, അതേപോലെ മറഞ്ഞ വഴി, തെളിഞ്ഞ വഴി, ദൃശ്യം, അദൃശ്യം തുടങ്ങിയ പല പദപ്രയോഗങ്ങളും ആ ഒരു ആദർശം വിശദീകരിക്കുന്നിടത്ത് നാം പ്രയോഗിച്ചിട്ടുണ്ട്. എന്തിനിത് പ്രയോഗിക്കേണ്ടി വന്നു എന്നത് ഇതിൻ്റെ ഒരു ആമുഖം എന്ന നിലയ്ക്ക് നാം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാത്ത ആളുകളോട് സഹായമർത്ഥിക്കുമ്പോൾ അത് ശിർക്കാണ് എന്ന് നാം വിശദീകരിക്കുമ്പോൾ തിരിച്ച് അവർ നമ്മോട് ചോദിക്കുമായിരുന്നു,
നിങ്ങളുടെ തെളിവ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നാണെങ്കിൽ, റബ്ബേ നിന്നെ മാത്രമേ ആരാധിക്കൂ, നിന്നോട് മാത്രമേ സഹായമർത്ഥിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളും ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും പലരെയും നിങ്ങൾ സഹായത്തിനായി ഉപയോഗപ്പെടുത്തുന്നുവല്ലോ. രോഗം വന്നാൽ ഡോക്ടറെ പോയി കാണുന്നുവല്ലോ. സാമ്പത്തിക പ്രയാസമുണ്ടാകുമ്പോൾ തൽക്കാലം കടം വാങ്ങാനായി പലരെയും നിങ്ങൾ സമീപിക്കുന്നുവല്ലോ. നിത്യജീവിതത്തിലെ പല ആവശ്യങ്ങൾക്കും പലരോടും നിങ്ങൾ സഹായം ചോദിക്കുന്നുവല്ലോ. എങ്കിൽ നിങ്ങളും ഇയ്യാക നസ്തഈൻ എന്ന ഈ ഒരു ആശയത്തിൽ നിന്ന് പുറത്തു പോയില്ലേ? നിങ്ങളും ചെയ്യുന്നത് ശിർക്കല്ലേ എന്ന് അവർ നമ്മോട് ചോദിക്കാറുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ സഹായ ചോദ്യമല്ല ഇയ്യാക നസ്തഈൻ എന്നതിലെ സഹായാർത്ഥന. ഡോക്ടറെ മുമ്പ് ചെന്ന ഡോക്ടറെ എനിക്കൊരു സുഖമില്ല, നിങ്ങൾ സുഖമാക്കി തരണം എന്നൊരാൾ പറഞ്ഞാലും അവിടെ അയാൾ പറഞ്ഞ ഈ പറച്ചിൽ ഇയ്യാക നസ്തഈൻ എന്നതിന് എതിരാകുന്നില്ല. കടം കൊണ്ട് ബുദ്ധിമുട്ടിയ മനുഷ്യൻ ഒരു പണക്കാരനെ ചെന്ന് സമീപിച്ച് ഞാൻ വലിയ കടത്തിലാണ്, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന് എതിരാകുന്നില്ല എന്ന് നാം വിശദീകരിച്ചു. എന്തുകൊണ്ട് എതിരാകുന്നില്ല? അതായിരുന്നു സമസ്തക്കാരന്റെ ചോദ്യം. ഡോക്ടറെ രോഗം സുഖമാക്കണേ എന്ന് നിങ്ങൾ പറയുന്നു, ഞങ്ങളും പറയുന്നു മുഹീദ്ദീൻ ശൈഖെ രോഗം സുഖമാക്കണേ. ഇതെന്താണ് വ്യത്യാസം? രണ്ടും ഒന്നല്ലേ? പിന്നെയുള്ള വ്യത്യാസം അവരെ വിശദീകരിച്ചത്, ഒന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ഇലാഹാണ് എന്ന നിലക്കും സ്വന്തം കഴിവുണ്ട് എന്ന നിലക്കുമാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ദുആ ആയി, അള്ളാഹുവിനുള്ള പ്രാർത്ഥനയായി. എന്നാൽ മുഹീദ്ദീൻ ശൈഖിനോട് രോഗം സുഖമാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് ഇലാഹാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, മുഹീദ്ദീൻ ശൈഖിന് സ്വന്തം കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ലാഹു തആല കൊടുത്ത കഴിവാകുന്ന മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്നേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം മുഹീദ്ദീൻ ശൈഖുള്ള ദുആ അല്ല, ആരാധനയല്ല, ഇത് പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കുമല്ല എന്നാണ് അവർക്ക് ന്യായം പറയാനുള്ളത്. അതിന് പ്രതികരണമായി, പ്രതിവാദമായി നാം പറഞ്ഞു കൊടുത്തത്, സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചെങ്കിലേ ശിർക്കാകൂ എന്ന് ഇസ്ലാമിക പ്രമാണം പരിചയപ്പെടുത്തുന്നില്ല. സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്, ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. എന്നാൽ ഇലാഹാണെന്ന വിശ്വാസമില്ലെങ്കിലും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചില്ലെങ്കിലും ശിർക്ക് വരാം, ഒരു വിളി പ്രാർത്ഥനയാകാം. അതെങ്ങനെ? അവിടെയാണ് ഈ പദപ്രയോഗങ്ങൾ നാം പ്രയോഗിച്ചത്. അഭൗതികമായ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി സഹായിക്കുമെന്ന നിലക്കാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യം പ്രാർത്ഥന തന്നെ. അപ്പോൾ ഡോക്ടറോട് ഡോക്ടറെ രോഗം സുഖമാക്കണേ എന്ന് ചെന്ന് പറയുന്ന ഒരാൾ, അയാൾ പ്രതീക്ഷിക്കുന്നത് ഭൗതികമായ നിലക്കുള്ള ഒരു ശമനത്തിന്റെ വഴിയാണ്. അഥവാ ഡോക്ടർ തന്നെ പരിശോധിക്കുമെന്നും തൻ്റെ രോഗം മനസ്സിലാക്കുമെന്നും അതിന് മരുന്ന് നിശ്ചയിക്കുമെന്നും ആ മരുന്ന് ഞാൻ വാങ്ങിക്കഴിച്ചാൽ ഇൻഷാ അല്ലാഹ് എൻ്റെ രോഗം സുഖപ്പെടുമെന്നേ നാം വിശ്വസിക്കുന്നുള്ളൂ. അത് നേർക്കുനേരെ ഭൗതികമായ വഴിയിൽ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണ്. അതുകൊണ്ട് അത് പ്രാർത്ഥനയല്ല. എന്നാൽ മുഹീദ്ദീൻ ശൈഖെ എൻ്റെ രോഗം സുഖമാക്കണേ എന്ന് നിങ്ങൾ പറയുമ്പോൾ മുഹീദ്ദീൻ ശൈഖ് ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ നിന്ന് എണീറ്റ് വന്ന് നമ്മളെ വീട്ടിലേക്ക് എത്തി, നമ്മെ പരിശോധിച്ച് നമ്മുടെ രോഗം മനസ്സിലാക്കി ആ രോഗത്തിന് മരുന്ന് അദ്ദേഹം നിശ്ചയിച്ചു തന്ന് അതിൽ കുറിപ്പെഴുതി തന്ന് ഈ കുറിപ്പുമായി അടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയി ആ മരുന്നും വാങ്ങി കഴിച്ചാൽ എൻ്റെ രോഗം സുഖപ്പെടും എന്നല്ലല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലല്ല ഇവിടെ ഒരാളും തന്നെ മുഹീദ്ദീൻ ശൈഖിനോട് ആവശ്യങ്ങൾ തേടുന്നത്, മറിച്ച് അതിനപ്പുറമുള്ളൊരു ധാരണയാണ്. അതെന്താ? മുഹീദ്ദീൻ ശൈഖ് ഇറാഖിലാണെങ്കിലും 800 കൊല്ലം മുമ്പ് 900 കൊല്ലം മുമ്പ് മരണപ്പെട്ടവരാണെങ്കിലും ആ ശൈഖ് ഒന്ന് മനസ്സ് വെച്ചാൽ, ആ ശൈഖ് ഒന്ന് വിചാരിച്ചാൽ എൻ്റെ രോഗം സുഖപ്പെടും, സുഖപ്പെടുത്താൻ ശൈഖിനാകും. എൻ്റെ ഈ വിളി ശൈഖ് അവിടുന്ന് കേൾക്കും, എൻ്റെ പ്രശ്നം ശൈഖ് മനസ്സിലാക്കും, എൻ്റെ ആവശ്യം അറിയും. അങ്ങനെ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ശൈഖിന് സാധിക്കുമെന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. അത് റബ്ബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. കാരണം അള്ളാഹുവെ രോഗം ശിഫയാക്കണേ എന്ന് പറയുന്ന ഒരാളുടെ ധാരണ അള്ളാഹു മരുന്നുമായി ഇറങ്ങി വരും എന്നല്ലല്ലോ. അല്ലാഹ് വന്ന് എൻ്റെ രോഗം മനസ്സിലാക്കി ആ രോഗത്തിലുള്ള മരുന്നിറക്കി തന്ന് ആ മരുന്ന് ഞാൻ വാങ്ങി കുടിക്കും എന്നല്ലല്ലോ ഇവൻ വിശ്വസിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരാളും റബ്ബിനോട് ചോദിക്കാറുമില്ല. അത് ചോദിച്ചാൽ റബ്ബിനെ പരിഹസിക്കലാണ്. റബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്.
റബ്ബിന്റെ പ്രവർത്തനങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ്. അതുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിൽപ്പെട്ടൊരു കാര്യം റബ്ബിനോട് ചോദിക്കാറില്ല. അത് ചോദിച്ചാൽ അത് റബ്ബിനെ പരിഹസിക്കലാണ്, റബ്ബിനെ കൊച്ചാക്കലാണ്. അതിൻ്റെ വിധി എന്താണോ അത് അയാൾക്ക് ബാധകമാവുകയും ചെയ്യും. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം സുഖമാക്കണേ എന്ന് പറയുന്നത് റബ്ബെ രോഗം സുഖമാക്കണേ എന്ന് പറയുന്ന തലത്തിലാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ദുആയാണ്, ഇത് പ്രാർത്ഥനയാണ്, ഇത് റബ്ബിൽ പങ്കുചേർക്കലാണ് എന്ന് നാം ആ സമൂഹത്തെ പഠിപ്പിച്ചു. ധാരാളം സ്ഥലത്ത് നാം അതെഴുതി. ഒറ്റ ഉദാഹരണം ഞാൻ വായിക്കാം. EKM പന്നൂർ എഴുതിയ മൗലിദും ഇസ്തിഗാസയും എന്ന പുസ്തകം, അതിൽ 189 പേജിൽ അദ്ദേഹം പറയുന്നു, കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത ഗുണം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കൽ, അത്തരത്തിൽ ഭയപ്പെടൽ എന്നിവയെല്ലാം ശിർക്കാണ്. അവയെല്ലാം അള്ളാഹുവോടെ പാടുള്ളൂ. മറിച്ചായാൽ ശിർക്കായി. പ്രാർത്ഥന എന്നതുകൊണ്ട് മക്കയിലെ മുഅ്മിനുകളും മുശ്രിക്കുകളും മനസ്സിലാക്കിയിരുന്നത് കാര്യകാരണ ബന്ധങ്ങളിൽ ഒതുങ്ങാത്ത ഗുണം ലഭിക്കാനുള്ള തേട്ടമായിരുന്നു. ലാത്തെ എൻ്റെ രോഗം സുഖപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞാൽ ലാത്ത മരുന്നുമായി അവരുടെ വീട്ടിൽ വരും എന്നായിരുന്നില്ല അവരുടെ വിശ്വാസം. അള്ളാഹുവെ എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസി അള്ളാഹു മരുന്നുമായി അവൻ്റെ വീട്ടിലെത്തും എന്നും വിശ്വസിച്ചിരുന്നില്ല. രണ്ട് കൂട്ടരും കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത സഹായമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പം ഇതിൽ ലോകത്ത് നമ്മുടെ മലയാളക്കരയിലല്ലാതെ ലോകത്തെവിടെയും തർക്കമുണ്ടായിട്ടില്ല. മക്കത്തെ മുശ്രിക്കിന് പോലും തർക്കമില്ല. റബ്ബിനോടെ ദുആ ചെയ്യാവൂ, അവനോടെ സഹായമർത്ഥിക്കാവൂ എന്ന് പറയുമ്പോൾ ഏതു സഹായാർത്ഥനയാണ് ഉദ്ദേശിച്ചത് എന്ന് അവർക്ക് മനസ്സിലായി, മുഅ്മിനീങ്ങൾക്ക് മനസ്സിലായി. EKM പന്നൂരി തന്നെ അദ്ദേഹത്തിൻ്റെ മൗലിദും ഇസ്തിഗാസയും എന്ന പുസ്തകത്തിലും അതേപോലെ ജവാബ് എന്ന പുസ്തകത്തിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ വായിച്ചത് ജവാബ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. മൗലിദും ഇസ്തിഗാസയും എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒന്നുകൂടെ വിശദീകരിക്കുന്നു. ഇബാദത്തിന് അഥവാ ആരാധനയ്ക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഥവാ അഭൗതികമായ നിലയിൽ ഗുണം പ്രതീക്ഷിച്ചോ ദോഷം ഭയന്നോ ചെയ്യുന്ന സഹായാർത്ഥന എന്ന പുതിയ നിർവചനം സൃഷ്ടിച്ചാണ് സുന്നികളുടെ ഇസ്തിഗാസയെ മുജാഹിദുകൾ ശിർക്കാക്കുന്നത് എന്നാണ് എല്ലാ മുസ്ലിയാക്കളും അനുയായികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അഥവാ സുന്നി മുസ്ലിയാക്കന്മാരെ വാദപ്രകാരം ഭൗതികമായതും ചോദിക്കാം, അഭൗതികമായതും ചോദിക്കാം, കാര്യകാരണ ബന്ധത്തിനുള്ളിലും ചോദിക്കാം, പുറത്തുള്ളതും ചോദിക്കാം, അതൊന്നും ശിർക്കല്ല എന്നാണ് സമസ്തക്കാരുടെ വാദം. മുഹീദ്ദീൻ ഷെയ്ഖ് എനിക്ക് രോഗം ശിഫയാക്കണേ പറഞ്ഞാൽ ശിർക്കല്ല, അതേപോലെ സ്വർഗം തരണേ എന്ന് പറഞ്ഞാലും ശിർക്കല്ല, ദോഷം പൊറുക്കണേ പറഞ്ഞാലും ശിർക്കല്ല എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇർതകബത്തുൽ ഖത്വ എന്ന പദ്യം നമ്മൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ അവർക്ക് കൂസലില്ല. എന്താ കാരണം? അവരുടെ വിശ്വാസം അതൊക്കെ പറയാം. നബിയെ എൻ്റെ ദോഷം പൊറുക്കണേ എന്ന് പറയാം എന്ന അവരുടെ വിശ്വാസം. ആ വിളി അഭൗതികം തന്നെയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം തന്നെയാണ്, എന്നാലും ശിർക്കല്ല എന്ന അവരുടെ വാദം. ശിർക്കാകണമെങ്കിൽ സ്വയം കഴിവുണ്ട് വിശ്വസിക്കണം, ഇലാഹാണെന്ന് വിശ്വസിക്കണം, സമതിയത്ത് കൽപ്പിക്കണം, അല്ലെങ്കിൽ ശിർക്കാവില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. നാം സാധാരണ സുലൈമാൻ സഖാഫി മാളിയേക്കലിനെ ക്ലിപ്പിടാറുണ്ട്. സൂര്യനോടും ചോദിക്കാം, ചന്ദ്രനോടും ചോദിക്കാം, എൻ്റെ മുമ്പിൽ ഈ മൈക്കിനോടും ചോദിക്കാം, ശിർക്കാവില്ല. ശിർക്കാകണമെങ്കിൽ ഇത് മഅ്ബൂദാണ് എന്ന്, ഇലാഹാണ് എന്ന്, സ്വയം കഴിവുള്ളതാണ് എന്ന് വിശ്വസിക്കണം എന്ന് സുലൈമാൻ സഖാഫി പ്രസംഗിച്ച ക്ലിപ്പ് കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അതാണ് ഒരു സുന്നിയുടെ വിശ്വാസം. എന്നാൽ അവർ പറഞ്ഞു അഭൗതികമായ നിലയ്ക്ക് ചോദിച്ചാൽ അത് ദുആ ആയി എന്നുള്ളത് ഞങ്ങളെ മുസ്ലിക്കാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പുതിയ നിർവചനമാണ്. അത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതല്ല, അത് ലോകത്ത് പരിചയമുള്ളതല്ല, അത് ഇബ്നു തൈമിയ കൊണ്ടുവന്ന പുത്തൻവാദമാണ് എന്നാണ് അവർ സാധാരണ പറയാറുള്ളത്. എന്നിട്ട് മുജാഹിദുകൾ പറയുന്ന വ്യാഖ്യാനമാണ് ശരിയെന്ന് മക്കയിലെ മുഅ്മിനുകളുടെ വിശ്വാസം പരിശോധിച്ചാലും മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പരിശോധിച്ചാലും മനസ്സിലാകും. രണ്ടു കൂട്ടരും പറഞ്ഞ എന്താ? അഭൗതിക വിളിയാണ് ദുആ എന്ന് അബൂജഹലും തർക്കമില്ല, സഹാബത്തും തർക്കമില്ല. അല്ലെ ഓലാരും പറഞ്ഞിട്ടില്ല ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. യാത്തക്കും ഉസക്കും സ്വയം കഴിവില്ല, അല്ലാഹ് കൊടുത്തേ കഴിവേ ഉള്ളൂ എന്ന് തൽബിയത്തിൽ പ്രഖ്യാപിച്ചവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. എന്നിട്ടും അത് ശിർക്ക് എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് പറയാം, അള്ളാഹുവേ എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന സ്വഹാബിമാർ അള്ളാഹു മരുന്നുമായി അവരുടെ വീട്ടിലെത്തുമെന്നല്ല പ്രതീക്ഷിച്ചിരുന്നത്. കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത മാർഗേണ രോഗം മാറ്റുമെന്നാണ്.
ഇബ്രാഹിം നബിയും ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചിരുന്നവർ ലാത്തെ, ഉസ്സെ, ഇബ്രാഹിമെ എൻ്റെ രോഗം മാറ്റണമേ എന്ന് സഹായം തേടുമ്പോഴും പ്രതീക്ഷ കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത സഹായം തന്നെ. മൺമറഞ്ഞ ലാത്ത മരുന്നുമായി അവരുടെ വീട്ടിലെത്തുമെന്നല്ലല്ലോ മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നത്. നിറയെ യാത്രക്കാരുമായി ഒരു തോണി പുഴയുടെ നടുവിൽ മറിയുമ്പോൾ, നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പള്ളി ജമാഅത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്ന് നിർത്തും. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി തുടരാം. ശേഷം ഇൻഷാ അല്ലാഹ് സംശയ നിവാരണവും ഉണ്ടാവും. നിറയെ യാത്രക്കാരുമായി ഒരു തോണി പുഴയുടെ നടുവിൽ മറിയുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണമേ എന്ന് ആളുകൾ ഇസ്തിഗാസ ചെയ്യുന്നുവെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് പുഴയിൽ ചാടി എല്ലാവരെയും കരയിൽ എത്തിക്കുമെന്നല്ല ആ വിളിയുടെ ഉദ്ദേശം. കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. അതേ അപകടത്തിൽ ചിലർ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുന്നു. മുങ്ങിമരിക്കാൻ പോകുന്നവരെ അള്ളാഹു പുഴയിലിറങ്ങി കരയിലേക്ക് രക്ഷപ്പെടുത്തുമെന്നല്ല ആ വിളിയുടെയും ഉദ്ദേശം. കാര്യകാരണ ബന്ധത്തിൽ ഒതുങ്ങാത്ത സഹായം തന്നെയാണ് ഉദ്ദേശം. ചുരുക്കത്തിൽ കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത സഹായം ആരാധനയാണെന്ന് മുസ്ലിങ്ങളും മുഷ്രിക്കുകളും വിശ്വസിച്ചിരുന്നു. കാര്യകാരണ ബന്ധത്തിൽ പെട്ട സഹായത്തിന് മുസ്ലിങ്ങളും മുഷ്രിക്കുകളും ആരാധന എന്ന് പറഞ്ഞിരുന്നില്ല. ഇതാണ് ബേസ്. നാം ഇത്രയും കാലം തർക്കമില്ലാതെ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചത് ഈ ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ്. കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണോ തേട്ടം, അത് പ്രാർത്ഥനയായി. കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലാണോ അത് പ്രാർത്ഥനയല്ല. പിന്നെ എന്ത് അനുവദിക്കപ്പെടുമോ ഇല്ലേ, അത് ചോദിക്കപ്പെടുന്ന ആളും ചോദിക്കപ്പെടുന്ന വിഷയമനുസരിച്ച് കാര്യങ്ങളുടെ നിയമങ്ങൾ മാറി വരാം. പ്രാർത്ഥനയാകണമെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക് സഹായം പ്രതീക്ഷിക്കണം. ഇനി ഒരാൾ മൊഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചതിന് ശേഷം തന്നെ കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് സഹായിക്കുമെന്നാണ് വിശ്വാസമെങ്കിൽ, ഇപ്പം പന്നൂര് പറഞ്ഞല്ലോ മൊഹീദ്ദീൻ ഷെയ്ഖ് മരുന്നുമായി വരും എന്നല്ല അവൻ്റെ വിശ്വാസം. മൊഹീദ്ദീൻ ഷെയ്ഖ് പുഴയിലേക്ക് ഇറങ്ങി വന്ന് നീന്തി തന്നെ പിടിച്ച് രക്ഷപ്പെടുത്തുമെന്നല്ല ഉദ്ദേശം. ആ നിലയ്ക്ക് ആണെങ്കിലോ ഒരാൾ ഉദ്ദേശം, ഒരുത്തൻ വണ്ടി എടുത്ത് ഇവിടുന്ന് പോവുക, ചോദിച്ചു എങ്ങോട്ടാണ് പോണത്, അയാൾ പറഞ്ഞു ഞാൻ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ഇപ്പോൾ 10 മണിൻ്റെ ഫ്ലൈറ്റിന് എയർപോർട്ടിൽ ഇറങ്ങുന്ന മൂപ്പരെ വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് മൂപ്പരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരുത്ത വണ്ടി എടുത്ത് എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കരുത്? അയാൾക്ക് തലക്ക് സുഖമില്ലാതെ മനസ്സിലാക്കുക. അയാൾ ശിർക്ക് ചെയ്തു എന്നല്ല നമ്മൾ പറയരുത്, അയാൾക്ക് തലക്ക് സുഖമില്ല എന്ന് മനസ്സിലാക്കും. നമ്മൾ രാവിലെ കോഴിക്കട ചെന്നപ്പോൾ ഒരുത്തനുണ്ട് ഒരു 10 കിലോ കോഴി വാങ്ങണത്. എന്താ വെച്ചാൽ ഒന്നുമല്ല, അന്ന് മൊഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും ബദരീങ്ങളൊക്കെ പടം ഉച്ചയ്ക്ക് ചോറുന്നാൻ വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് ഇറച്ചി വാങ്ങാണ് എന്ന് പറഞ്ഞാൽ എന്താ ചങ്ങായി, വല്ലതും അപകടം വല്ലതും പറ്റിയിക്കണോ, മനസ്സിനെ നിലതെറ്റിക്കണോ എന്ന് നമ്മൾ ചോദിക്കുക. അപ്പം കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അതാവട്ടെ അവൻ്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചതാണ്. എന്നാൽ കുത്തുബിയത്ത് നടത്തുമ്പോൾ ഷെയ്ഖ് ഹാജറാകുമെന്ന് വിശ്വസിക്കുന്നു. അതെങ്ങനെ ഹാജറാകല്? കുത്തുബിയത്തിൽ വിളിക്കാൻ വേണ്ടി ഹാജറായ കുറേ മൂല്യന്മാരുണ്ടല്ലോ അവൻ്റെ വീട്ടിൽ, അവർ ഹാജറായ പോലെയാണോ ഷെയ്ഖ് ഹാജറാകുന്നത്? അവൻ്റെ വിശ്വാസത്തിൽ അല്ല. 1000 പ്രാവശ്യം യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ എന്ന് വിളിക്കാൻ ഇവൻ്റെ വീട്ടിൽ ഇപ്പം ഹാജറായ കുറച്ച് മുസ്ലിയാക്കന്മാരുണ്ട്. അവർ ഹാജറായത് എങ്ങനെ? ഇപ്പം വണ്ടി കൊടുത്തയച്ചു, ആ വണ്ടിയിൽ കയറി ഒരു ഇവിടെ വന്നു, റൂമിൽ കയറി അവിടെ ഇരുന്നു, അവർ വിളിക്കുന്നു. മൊഹീദ്ദീൻ ഷെയ്ഖ് ഹാജറാകൻ എങ്ങനെ? ഇതേ രൂപത്തിൽ ഷെയ്ഖ് നമ്മൾ ആളെ പറഞ്ഞേക്കും, അല്ലെങ്കിൽ വണ്ടി കൊടുത്തയക്കും, ഷെയ്ഖ് ആ വണ്ടി കയറി ഇവിടെ വരും, 1000 പ്രാവശ്യം തേഞ്ഞു അല്ലേ, ഇനി എന്താ നിങ്ങളെ ആവശ്യം എന്ന് ചോദിക്കും എന്നല്ല ഇവൻ്റെ ധാരണ. പിന്നെ എങ്ങനെ ഹാജറാവുക? ഈ കാര്യകാരണ സംവിധാനം ഒന്നുമില്ലാതെ, ഈ വ്യവസ്ഥയൊന്നുമല്ലാതെ 900 കൊല്ലം മുമ്പ് ഇറാഖിൽ മരണപ്പെട്ടവർ ഖബറിൽ കിടക്കുന്നവരാണെങ്കിലും ഈ വിളി ഷെയ്ഖ് അവിടെ കേൾക്കുന്നു. ഷെയ്ഖ് പ്രശ്നം മനസ്സിലാക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഷെയ്ഖ് എത്തുന്നു, നമ്മൾ റൂമിലെത്തുന്നു, അവിടെ ഇട്ടപ്പൊടിയിൽ ചവിട്ടിപ്പോകുന്നു. പക്ഷെ നമ്മൾ കാണുന്നില്ല, നമ്മൾ അറിയുന്നില്ല, നമ്മോടിലേക്ക് സംസാരിക്കുന്നില്ല. എന്നാലും ഷെയ്ഖ് ഹാജറാകും, ഷെയ്ഖ് പ്രശ്നം അറിയും, ഷെയ്ഖ് പരിഹാരം നൽകും. എങ്ങനെ പരിഹാരം? ആ കടം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവൻ കുത്തുബിയത്ത് നടത്തുന്നതെങ്കിൽ ഷെയ്ഖ് പണത്തിൻ്റെ കെട്ടുമായി വന്നിട്ട് നാ പിടിച്ചോ എന്നും പറഞ്ഞ് അവിടെ ഇട്ട് പോകതല്ല പതിവ്. അതല്ല ഇവൻ്റെ വിശ്വാസം. അതിനപ്പുറമുള്ള നിലക്കാണ് ഇവൻ സഹായം പ്രതീക്ഷിക്കുന്നത്, ദോഷത്തെ ഭയപ്പെടുന്നത്. അവിടെയാണൊരു വിളി പ്രാർത്ഥനയായി മാറുന്നത്. അവിടെയാണ് വിളി പ്രാർത്ഥനയായി മാറുന്നത്.
ഈ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാലമത്രയും നാം മുസ്ലിം സമുദായത്തെയും അല്ലാത്തവരെയും തൗഹീദിലേക്ക് വിളിച്ചത്. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഏതെല്ലാം സമൂഹമുണ്ടോ, ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മഹാവിഷ്ണുവിനെയും ആരാധിക്കുന്ന ഹൈന്ദവർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ അവരോട് എന്താ പറഞ്ഞത്? മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ ശിർക്കാകും എന്ന് പറയാൻ കാരണം എന്താ? അവിടെയും ഈ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതാണ് അവൻ പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ടാണല്ലോ. അത് മനുഷ്യനാവട്ടെ, കല്ലാവട്ടെ, മരമാകട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, അല്ലാത്തതാവട്ടെ, ഏതാണെങ്കിലും കാര്യകാരണ ബന്ധത്തിൽ പെടാത്ത ചോദ്യമാണോ എങ്കിൽ ദുആ ആയി. കാര്യകാരണ ബന്ധത്തിൽ പെട്ട ചോദ്യമാണോ എങ്കിൽ ദുആ ആകുന്നില്ല. അത് അനുവദനീയമാണോ? അത് ചോദിക്കപ്പെടുന്ന കാര്യം നോക്കണം, ചോദിക്കുന്ന ആളുടെ നില നോക്കണം, ചോദിക്കപ്പെടുന്ന ആളെപ്പറ്റി ആലോചിക്കണം, ഏത് വിഷയത്തിലാണ് ചോദിക്കുന്ന നോക്കണം. അതിനനുസരിച്ച് നിയമങ്ങൾ മാറി 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 വരും. അല്ല, കാര്യകാരണ ബന്ധത്തിൽ ഉള്ളിൽപ്പെട്ടതൊക്കെ ചോദിക്കാന്നല്ല. ഒരാളോട് കൈക്കൂലി ചോദിച്ചു, എന്താ വിധി? ഹറാമാണ്. കൈക്കൂലി വാങ്ങലും കൊടുക്കലും ഒക്കെ ഹറാമാണ്. കാര്യകാരണ ബന്ധമല്ലേ അവിടെ? ചോദിക്കുന്ന ആള് ഭൗതികം, ചോദിക്കപ്പെടുന്ന ആള് ഭൗതികം, ചോദിക്കപ്പെടുന്ന സംഗതിയും ഭൗതികം. കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ചോദ്യമേ അവിടെയുള്ളൂ, എന്നാലും അത് ഹറാമായി. അല്ല ചിലര് മനസ്സിലാക്കിയ പോലെ കാര്യകാരണം എന്താണ്, ഇന്നാ പിന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. അതിൻ്റെ വിധി എന്ത്? ഇസ്ലാം അത് വേറെ പറയും. കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽപ്പെട്ട കാര്യം തന്നെ അത് ചോദിക്കുകയോ അത് ഉപയോഗപ്പെടുത്തുകയോ പരസ്പരം സഹായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വിധി എന്ത്? അത് പ്രമാണങ്ങൾ വേറെ പഠിപ്പിക്കും. ദുആ ആകണോ, ശിർക്ക് വരണോ എങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായ നിലക്ക് ഗുണദോഷം പ്രതീക്ഷിക്കണം. ആ പ്രതീക്ഷ, ആ വിശ്വാസം ശിർക്കാണ്. ഇതാണ് നാം പഠിപ്പിച്ചത്. പക്ഷെ 2002 തെറ്റിപ്പോയ മടവൂരുകൾ, അവർക്ക് ഈ വിഷയത്തിൽ അബദ്ധം പറ്റി. അബ്ദുസ്സലാം സ്വല്ലമിക്ക് തകരാറ് സംഭവിച്ച വിഷയത്തിൽ എന്നാൽ അദ്ദേഹം പറഞ്ഞു, അഭൗതികമായ വഴിയിൽ ഗുണവും ദോഷം വരുത്താൻ റബ്ബിനെ കഴിയൂ. അതുകൊണ്ട് അഭൗതികമായ വഴിയിൽ ജിന്ന് സഹായിക്കുമെന്നോ അതേപോലെ പിശാച് സഹായിക്കുമെന്നോ മലക്ക് സഹായിക്കുമെന്നോ ഒക്കെ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ശരിയാണ്, അഭൗതിക വഴിയിൽ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്. പക്ഷേ ജിന്നിൻ്റെയോ പിശാച്ചിൻ്റെയോ ഏത് ഉപദ്രവവും ഏത് സഹായവും അഭൗതികമാണ് എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ജിന്ന് സഹായിക്കുന്നു വിശ്വസിക്കാനേ പാടില്ല, മലക്ക് സഹായിക്കുന്നു വിശ്വസിക്കാനേ പാടില്ല, ആ വിശ്വാസം തന്നെ ശിർക്കായി മാറും എന്ന് അബ്ദുസ്സലാം സ്വലമി പറഞ്ഞു. അത് കുറച്ച് ആളുകൾ യാഥാർത്ഥ്യം അറിയാതെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സിഹിറിൽ പിശാചിന് സഹായമുണ്ടല്ലോ സിഹിർ ചെയ്യുന്ന ആളുകൾക്ക്? ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കും കണക്കന്മാർക്കും സിദ്ധന്മാർക്കും തങ്ങന്മാർക്കും ബീവിമാർക്കും ഒക്കെ പൈശാചിക സഹായം കിട്ടുമെന്ന് പ്രമാണം പരിചയപ്പെടുത്തിയതാണല്ലോ. എങ്കിൽ അതും വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ അബ്ദുസ്സലാം സ്വലമി പറഞ്ഞു, എങ്കിൽ അതും വിശ്വസിക്കാൻ പറ്റൂല. സിഹിറില്ല, കണ്ണേറില്ല, ജിന്നുബാധ ഇല്ല, ആ വക യാതൊന്നുമില്ല. ഇത്രയും കാലം ഉണ്ട് എന്ന് നാം തർക്കമില്ലാതെ പഠിപ്പിച്ചു പോകുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലെന്ന് പറയേണ്ടി വന്നു. കാരണം അയാൾ മനസ്സിലാക്കിയ എന്താ, ഈ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ അഭൗതികമാണല്ലോ. അപ്പോൾ അഭൗതികമായത് റബ്ബല്ലാത്തതിന് കിട്ടുമെന്നായില്ലേ, അത് ശിർക്കായില്ലേ എന്നാണ് അയാൾ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് അതൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എങ്കിൽ ഹദീസ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ആ ഹദീസ് സ്വഹീഹ് അല്ല, അത് ഖുർആനെതിരാണ്. ബുഖാരിയിലുണ്ടല്ലോ, എന്നാലും ഖുർആനെതിരാണ്. ബുഖാരിയിലുണ്ടായാലും ശരി, മുസ്ലിമിലുണ്ടായാലും ശരി, അത് സ്വീകാര്യമല്ല, അത് ഖുർആനെതിരാണ്, ഇസ്ലാമിന്റെ തത്വത്തിനെതിരാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞു. എന്നിട്ട് 10 കൊല്ലം വ്യാപകമായി പ്രചരിപ്പിച്ചു, നാം ശിർക്കിലേക്ക് പോകുന്നു, നാം അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് വ്യാപകമായി അവരൊന്നടങ്കം പ്രചരിപ്പിച്ചു. ഈ 10 കൊല്ലം മടവുകൾ നടത്തിയ ഏത് പരിപാടികൾ ശ്രദ്ധിച്ചു നോക്കി, ഈ വിഷയമല്ലാതെ, ജിന്നും സിഹിറുമല്ലാത്തൊരു വിഷയം, ഈ വക വിശ്വാസം ഉണ്ടാക്കാൻ പറ്റാവുന്ന വിഷയമല്ലാത്ത ഒന്ന് അവർ കൈകാര്യം ചെയ്തിട്ടേ ഇല്ല. അതിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് നാം എല്ലാം ശിർക്കിലേക്ക് പോയി, നാം എല്ലാം അന്ധവിശ്വാസത്തിലേക്ക് പോയി, AP വിഭാഗം മുജാഹിദുകൾ ശിർക്കിലകപ്പെട്ടു എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. അത് നമ്മുടെ കൂട്ടത്തിൽ ചിലർ തെറ്റിദ്ധരിച്ചു പോയി, അത് ശരിയാണെന്ന് വിചാരിച്ചു. സിഹിർ ഉണ്ട് എന്ന് ചില മനുഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ, കണ്ണേറുണ്ട് എന്ന് ചിലർ പ്രസംഗിച്ചപ്പോൾ, ഇതൊക്കെ ഓല് പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, അന്ധവിശ്വാസത്തിലേക്ക് പോവുക തന്നെയാണ്. അഭൗതികമായി റബ്ബല്ലേ സഹായിക്കൂ, പിന്നെ എങ്ങനെ ശൈത്താൻ സഹായിക്കുക? അഭൗതികമായ ഗുണദോഷങ്ങൾ റബ്ബിൽ നിന്നല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ, പിന്നെ എങ്ങനെ ജിന്നിൻ്റെ ഉപദ്രവം ഉണ്ടാവുക, പിന്നെ എങ്ങനെ സിഹിർ ഉണ്ടാവുക, എങ്ങനെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവുക എന്ന്
ഈ ഭൗതിക എന്താന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കാം ചിലർ തെറ്റിദ്ധരിച്ചു. അവരെ മുതലെടുത്തിട്ടാണ് വേറെ ചില മനുഷ്യന്മാർ അവരെ മറ്റു ചില അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ശിർക്കാരോപണവുമായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം തുടരും. ഒരല്പസമയം കൂടി നമുക്ക് വിഷയാവതരണം വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിശാലമായി നമുക്ക് സംശയ നിവാരണത്തിലേക്ക് കടക്കാം. അള്ളാഹു സത്യം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. സഹോദരന്മാരെ സൂചിപ്പിച്ചത് ഈ ഒരു തത്വമാണ് ഒരു നൂറ്റാണ്ട് കാലമായിട്ട് നാം ഈ സമൂഹത്തെ പരിചയപ്പെടുത്തിയത്. അഭൗതികമായി സഹായിക്കാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ കഴിയൂവെന്നും ഒരു പടപ്പിനും ആ കഴിവില്ല എന്നും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നാം സമൂഹത്തെ പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. ബഹുമാന്യനായ കുഞ്ഞീദ് മദനി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിലും ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന പുസ്തകത്തിലും ഈ കാര്യം അദ്ദേഹം അടിവരയിട്ട് പഠിപ്പിച്ചു. അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അവൻ്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. അതുകൊണ്ട് ഇബാദത്തിന് അർഹൻ അവൻ മാത്രമാണ് എന്നാണ് കുഞ്ഞീദ് മദനി അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന പുസ്തകത്തിൻ്റെ 12-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയത്. അതേപോലെ ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് എന്ന ഈ പുസ്തകത്തിലും ഇതേ പദപ്രയോഗം തന്നെ കുഞ്ഞീദ് മദനി രേഖപ്പെടുത്തി. ഒന്നിൽ പടപ്പുകൾ ആർക്കും ആ കഴിവില്ല എന്നാണെങ്കിൽ ഇതിൽ സൃഷ്ടികളിൽ ആർക്കും ആ കഴിവില്ല എന്ന പദമാണ് മൗലവി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രം. ഏറ്റവും അവസാനം ഈ സമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥം നാം പുറത്തിറക്കിയ നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ട് എന്ന ഈ ഒരു കൊച്ചു പുസ്തകം സ്കൂൾ വർക്കിന് വേണ്ടി വ്യാപകമായി വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പുസ്തകം ഇതിൻ്റെ 5-ാമത്തെ പേജിലും രേഖപ്പെടുത്തപ്പെട്ടു. എന്നാൽ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ഇതിൻ്റെയും 5-ാമത്തെ പേജിൽ കാണാം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഇടപെടാൻ കഴിയുക അള്ളാഹുവിന് മാത്രം. എന്നാൽ ഖുർആനിലും ഹദീസിലും മറ്റു പലരും ഇടപെടും എന്ന് കാണുന്നു. അപ്പോൾ ആ ഇടപെടലൊന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല എന്നതിൽ മനസ്സിലാക്കാം. മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്ന ഏതെല്ലാം സൃഷ്ടികളുണ്ടെങ്കിലും മലക്കുകളുടെ ഇടപെടൽ മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ജിന്നും പിശാചുക്കളുമൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഇടപെടും. അതും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. സിഹർ ചെയ്യുന്ന ആളുകളെ ശൈത്വാൻ സഹായിക്കുമെന്ന്, ആ സിഹറിലൂടെ പൈശാചികമായ ഉപദ്രവമുണ്ടാകുമെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. തർക്കമില്ലാത്ത വിധം നാം അത് അംഗീകരിച്ചു പോകുന്നതുമാണ്. കെ മൗലവിയുടെ ഫത്വകൾ യുവത പുസ്തകമായി പുറത്തിറക്കിയപ്പോൾ ഈ പുസ്തകത്തിൽ 1-ാമത്തെ ചോദ്യം തന്നെ ഈ വക ഉറുക്കും മന്ത്രവും ഏലസും ഹോമവുമായി ബന്ധപ്പെട്ട രീതികളും അതിൽ പൈശാചികമായ ഇടപെടൽ എങ്ങനെയെല്ലാം ഉണ്ടാകുന്നുവെന്ന മൗലവിയുടെ വിശദീകരണം ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ 1-ാമത്തെ ചോദ്യോത്തരം തന്നെ. അൽ മുർഷിദിൽ 1936 കെ മൗലവി എഴുതിയ മറുപടിയാണത്. അതേപോലെ മുഹമ്മദ് അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ അവസാന അധ്യായം വിവിധ വിഷയങ്ങൾ എന്ന അധ്യായത്തിൽ വളരെ വ്യക്തമായി അമാനി മൗലവി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് 1971 സൽസബീലിൽ എഴുതിയ 3 ലക്കങ്ങളിലായി വന്ന മനുഷ്യന്റെ മുഖ്യ ശത്രു എന്ന പേരിലുള്ള ലേഖനം, അത് പിന്നീട് പുസ്തകമായി പുറത്തിറങ്ങി 94. പിന്നീട് അത് ഇൻസാഫ് പബ്ലിക്കേഷൻ അത് ഒന്നുകൂടെ പരിഷ്കരിച്ചുകൊണ്ട് അത് വീണ്ടും പുറത്തിറക്കി. ആദ്യം ഇറക്കിയത് KNM, പിന്നീട് ഇൻസാഫ് ഇറക്കി. ആ പുസ്തകത്തിലും വളരെ വിശദമായി പൈശാചിക ഇടപെടൽ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഉണ്ടാകാമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് തന്നെ എഴുതിയ മനുഷ്യൻ ഗൈബ് എന്ന പുസ്തകം,
ആ പുസ്തകത്തിലും ഉസ്മാൻ സാഹിബ് വിശദമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മടവൂരികൾ ആ രംഗത്ത് ഒരു പുതിയ ആദർശവുമായി വരികയും ജിന്നും മലക്കും ഇടപെടുമെന്ന് വിശ്വസിക്കാനേ പാടില്ല, അത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് അബ്ദുസ്സലാം സുല്ലമിയുടെ ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. തൗഹീദും നവയാഥാസ്ഥികയുടെ വ്യതിയാനവും എന്ന ഈ പുസ്തകം അദ്ദേഹം ആരംഭിച്ചു തന്നെ അങ്ങനെയാണ്. 1-ാമത്തെ അധ്യായം തുടങ്ങിയത് തന്നെ അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. ശരിയാണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി, കുഫ്റായി എന്ന് അബ്ദുസ്സലാം സുല്ലമി എഴുതി. എന്തുകൊണ്ട്? അയാൾ പറഞ്ഞെന്താ, അദൃശ്യവും അഭൗതികവുമായി റബ്ബ് മാത്രമേ സഹായിക്കൂ, അതിനാൽ ജിന്നും മലക്കും സഹായിക്കുമെന്ന് പറഞ്ഞുകൂടാൻ. അപ്പൊ അയാൾ വിചാരിച്ചത് ജിന്നിന്റെയും മലക്കിന്റെയും സഹായവും ജിന്നിന്റെയും മലക്കിന്റെയും ഒക്കെ ഉപദ്രവവും അതെല്ലാം അഭൗതികമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ഒരു ധാരണയുണ്ടായത്. യഥാർത്ഥത്തിൽ ജിന്നും മലക്കും മനുഷ്യനെ സഹായിക്കുമെന്നും അതേപോലെ പിശാച്ച് പതിനെയും പലരൂപത്തിൽ ഉപദ്രവിക്കുമെന്നും പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, സിഹർ ചെയ്യുന്ന ആളെ സാഹിറിനെ പിശാച്ച് സഹായിക്കുമെന്ന് പ്രമാണങ്ങളിൽ ഉണ്ട്. അപ്പൊ ആ സഹായം എങ്ങനെ? അഭൗതികമാണോ? ജ്യോത്സ്യന്മാർക്ക് ജിന്നുകൾ കട്ട് കേട്ടിട്ട് അതിനെ കൂടെ 100 കളവും കൂട്ടിച്ചേർത്തിട്ട് അവർക്കത് എത്തിച്ചു കൊടുക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ എത്തിച്ചു കൊടുക്കൽ അഭൗതികമാണോ? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു, അത് ഉണ്ടെങ്കിൽ അഭൗതികം തന്നെ, അതുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കണം. ഹദീസ് ഉണ്ടല്ലോ, എന്നാ ഹദീസ് തള്ളണം, അത് ഖുർആനെതിരാണ്. അവിടെയാണ് തർക്കം വന്നത്. അതേപോലെ ഇബ്നു മസ്ഊദിന്റെ സംഭവം കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. ഇബ്നു മസ്ഊദ് തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ നൂല് കാണുകയും എന്താണ് ഈ നൂലെന്ന് അന്വേഷിക്കുകയും മന്ത്രിച്ച് കെട്ടിയ നൂലാണെന്ന് പറയുകയും അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ശിർക്ക് ആവശ്യമില്ല നമുക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചെറിയുകയും ചെയ്ത സംഭവം അതറിയാത്തവർ ആരുമുണ്ടാവില്ല. ഇനി വേണമെങ്കിൽ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിന് അതിൻ്റെ 455-56 പേജുകളിൽ ആ സംഭവം മൗലവി കൊടുത്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ പറയുന്നു, എൻ്റെ കഴുത്തിൽ അബ്ദുള്ള ഒരു നൂല് കണ്ടു. അബ്ദുള്ള തൻ്റെ ഭർത്താവ്. ഇതെന്താണ് അദ്ദേഹം ചോദിച്ചു. അതെനിക്ക് മന്ത്രിച്ച് കിട്ടിയ നൂലാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത് വാങ്ങി പൊട്ടിച്ചു കളഞ്ഞു. തുടർന്ന് ഇപ്രകാരം പറയുകയും ചെയ്തു, അബ്ദുള്ളയുടെ വീട്ടുകാർക്ക് ശിർക്ക് ആവശ്യമില്ല, മന്ത്രവും ഉറുക്കും മാരണവും ഒക്കെ ശിർക്കാണെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, താങ്കൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? എൻ്റെ കണ്ണു വേദനിച്ച് നീരൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ ആ യഹൂദിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹം നൂലിലൊന്ന് മന്ത്രിച്ചാൽ അതങ്ങ് സുഖപ്പെടുകയും ചെയ്യും. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു, അത് പിശാചിന്റെ പണിയാണ്. അവൻ്റെ കൈ കൊണ്ട് കണ്ണിലൊന്ന് കുത്തും, എന്നിട്ട് മന്ത്രിച്ചാൽ അതങ്ങ് മാറ്റിത്തരികയും ചെയ്യും. നിനക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന പോലെ ഇപ്രകാരം പറഞ്ഞാൽ മതിയായിരുന്നു. മനുഷ്യരുടെ നാഥ, നീ കഷ്ടത അകറ്റി നിർത്തേണമേ, രോഗം സുഖപ്പെടുത്തി തരണമേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ സുഖപ്പെടുത്താതെ ശമനമില്ല, യാതൊരു അസുഖവും ബാക്കി നിർത്താത്ത സുഖപ്പെടലാണ് എനിക്ക് വേണ്ടത്. ഇത് പറഞ്ഞാൽ മതിയായിരുന്നുവല്ലോ. അപ്പൊ ഈ പിശാചിന്റെ കുത്തൽ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ നിന്നാണ് അതിനർത്ഥം ഞാൻ വായിച്ചത്. ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ? ഇത് അഭൗതികമാണോ? ഇത് അഭൗതികമാണോ? അല്ലല്ലോ. അഭൗതികമാണെന്ന് വന്നാലോ അപ്പോൾ അഭൗതികമായി സഹായിക്കാൻ അഭൗതികമായി പ്രയാസപ്പെടുത്താനും റബ്ബല്ലാത്തത് കഴിയും എന്ന് വരില്ലേ അതിൻ്റെ മറുവശം? അപ്പോൾ പിന്നെ ആ കുത്തൽ അത് അഭൗതികമല്ല, ആ ഇടപെടൽ അഭൗതികമല്ല. അതാണ് പറഞ്ഞത്, അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്നോ അഭൗതികമായി ദോഷം ചെയ്യാൻ കഴിയുമെന്നോ റബ്ബല്ലാത്ത ഒരാളെക്കുറിച്ചും നാം വിശ്വസിച്ചുകൂടാ. മാത്രവുമല്ല, എത്ര സ്ഥലത്ത് ഏതെല്ലാം രൂപങ്ങളിൽ ഈ ഒരു ആശയം നാം വിശദീകരിച്ചിട്ടുണ്ട്. തർക്കമില്ലാത്ത വിധം അത് വളരെ വിശദമായി തന്നെ നാം രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ വക സംഗതികൾ അതൊന്നും ഒരിക്കലും അഭൗതികം എന്ന് പറഞ്ഞുകൂടാ. KM മൗലവിയുടെ ഫത്വകളിൽ തന്നെ 15-16 പേജുകളിൽ 15 മുതൽ 18 വരെയുള്ള പേജുകളിൽ അദ്ദേഹം പറഞ്ഞു,
ഉറുക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു റിവായത്തിൽ ഇങ്ങനെയും വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ ഇന്നവൻ എന്നെ കണ്ടു. അപ്പോൾ അവൻ്റെ അടുത്ത വശത്തുള്ള എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഞാനതിന് മന്ത്രിച്ചാൽ അതിന് കണ്ണുനീർ അടങ്ങുന്നു, ഞാൻ മന്ത്രിക്കാതിരുന്നാൽ അതിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു. അദ്ദേഹം മറുപടി പറഞ്ഞു, അത് തന്നെയാണ് പിശാച്. അവനെ നീ വഴിപ്പെടുമ്പോൾ അവൻ നിന്നെ വിടുന്നു. അവനോട് നീ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവൻ്റെ വിരൽ കൊണ്ട് നിന്റെ കണ്ണിൽ അവൻ കുത്തുന്നു. കെ.എം.മൗലവി ഫത്വകൾ ഈ പുസ്തകത്തിൽ പേജ് 16. അതിൽ തന്നെ 18-ാമത്തെ പേജിൽ അബൂദാവൂദിൽ ഇങ്ങനെ പറയുന്നു, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുസ്രത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അത് പിശാചിൻ്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണെന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. നുസ്രത്ത് എന്ന് വെച്ചാൽ മാരണമോ പിശാച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ സുഖപ്പെടുത്തുവാനായുള്ളതും മന്ത്രം ഉൾപ്പെട്ടതുമായ ഒരു വക ചികിത്സയാകുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ കൃത്യമായി ഇതേ രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പം യഥാർത്ഥത്തിൽ ഈ വക പ്രവർത്തനങ്ങൾ, പിശാചിനുണ്ടാകുന്ന ഈ ഉപദ്രവങ്ങൾ, അതൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല അഭൗതികമായത് എന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നോ പറയാവതല്ല എന്നർത്ഥം. എന്നാൽ അത് അഭൗതികമാണ് എന്ന് അബ്ദുസ്സലാം സ്വലമി തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ആ അബ്ദുസ്സലാം സ്വലമി പറഞ്ഞു, ഇത് അഭൗതികമാണ്, അതുകൊണ്ട് അതുണ്ട് എന്ന് വിശ്വസിക്കാനേ പാടില്ല, വിശ്വസിച്ചാൽ തന്നെ അത് ശിർക്കായി എന്ന് അബ്ദുസ്സലാം സ്വലമി വാദിച്ചു. എന്നിട്ട് അവർ ആ മടവൂരികൾ നമുക്കെതിരെ പ്രചാരണവുമായി രംഗത്ത് വന്നു. നാം അന്ധവിശ്വാസത്തിലേക്ക് പോയി. എന്നിട്ട് ആ രംഗത്ത് നമ്മുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് KNM അമാനി പരിഭാഷയിൽ നിന്ന് അമാനി മൗലവിയുടെ ജിന്നും ശൈത്താനുമായി ബന്ധപ്പെട്ട വിശദീകരണം സ്വതന്ത്രമായ പുസ്തകമാക്കി KNM പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നൽകിയ ഒരു വിഷയം നാം വായിക്കേണ്ടതുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് ആദർശ വ്യതിയാനം കാരണത്താൽ പുറത്തുപോയവർ പലതരത്തിലുള്ള കുപ്രചാരണങ്ങൾ പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫലിക്കാതെ അവർ നിരാശരാവുകയായിരുന്നു. ജിന്നിപ്പിശാച വിഷയങ്ങളുടെ പേരിൽ ദുഷ്പ്രചാരം നടത്താനുള്ള ശ്രമം ഒന്നിലധികം തവണ നടത്തിയെങ്കിലും അതിനും നിരാശരാകേണ്ടി വന്ന വിഘടിതർ പെരിന്തൽമണ്ണയിലെ ഒരു CD പ്രസാധകരുടെ ബ്രാക്കറ്റിൽ അവർ പിൻവലിച്ച ഒരു CD-യിലെ ചില പരാമർശങ്ങളും ഒരു ഡോക്ടറുടെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് അതാണ് KNM-ന്റെ വാദം എന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ജിന്നിപ്പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNM-കാരുടെ വാദം. ഇത് ശിർക്കാണല്ലോ. KNM-കാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. വളരെ കൃത്യമാണ്, ഇത് ദുരാരോപണമാണ്, ഇത് ദുരുദ്ദേശപരമാണ് എന്നെല്ലാം പറയുകയും എന്നാൽ ജിന്നുകൾക്ക് അഭൗതികമായി സഹായിക്കാൻ കഴിയുമെന്ന് KNM വിശ്വസിക്കുന്നു എന്ന് അവരും ആരോപിക്കുന്നു. അത് ശരിയല്ല എന്ന് KNM പറയാം. ജിന്നുകൾക്ക് അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്താനും കഴിയുമെന്ന് KNM വിശ്വസിക്കുന്നു. ഇത് ദുരാരോപണമാണ്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. റബ്ബേ, ഇത് എത്ര വലിയ ഒരു കെട്ടിച്ചമച്ച കള്ളപ്രചാരണം എന്ന ആയത്തർക്കം കൊടുത്തിട്ട് KNM ഈ പുസ്തകത്തിന് ആമുഖം എഴുതി. ആ പുസ്തകം നമ്മളെ പള്ളിയിലൊക്കെ ഉണ്ടാവും. അത് ആരോപണമാണെന്നാ പറഞ്ഞത്. മാത്രമല്ല, അവസാനം ജിന്നിപ്പിശാച് റുഖിയ ശർഇയ്യ എന്ന പേരിൽ ജമിഅത്തുലമയുടെ പേരിൽ പുറത്തിറങ്ങിയ പുസ്തകം ആദ്യം ഒരു പതിപ്പിറങ്ങി. പിന്നീട് ഈ സമ്മേളനത്തിന്റെ 2ാം പതിപ്പ് പുറത്തിറക്കി. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. 10 പേജ് അധികമുണ്ട്. പ്രാർത്ഥന, മുജാഹിദുകളുടെ പൂർവ്വകാല മുജാഹിദുകളുടെ നിലപാട് എന്നൊരു അധ്യായം അധികം വന്നു. ഈ പുസ്തകത്തിൽ 19-ാമത്തെ പേജിൽ പറഞ്ഞു, സാന്ദർഭികമായ ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. തൗഹീദി പ്രബോധന രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്.
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെച്ച് പൂർവികളുടെ മാർഗത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങൾ ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും നബിയുടെ വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണ് എന്ന ആരോപണം. അപ്പൊ അള്ളാഹിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള പല ശ്രമങ്ങളിൽ അവസാനത്തെ ശ്രമമാണെന്ത്? മുജാഹിദുകൾ ജിന്നോട് സഹായം ചോദിക്കാമെന്ന് പറയുന്നു എന്ന ആരോപണം എന്നിതിന് 19-ാമത്തെ പേജിൽ. അത് ഈ സമ്മേളനത്തിൽ 2-ാം പതിപ്പിറങ്ങിയപ്പോഴും അത് അങ്ങനെ തന്നെ അതിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അതിന് ശേഷം കുറച്ചാക്കാ വാദം ഉണ്ടായി എന്നെങ്കിലും ആർക്കെങ്കിലും ബോധ്യമായിരുന്നെങ്കിൽ ഇതിലെങ്കിലും എന്നാ മുജാഹിദിൽ ചില മനുഷ്യന്മാർ ഇപ്പം അങ്ങനെ വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയണ്ടേ, അത് പറഞ്ഞില്ല. ഇതിലും 19-ാമത്തെ പേജിൽ അങ്ങനെ തന്നെ കാണാം. ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന ആരോപണം. അപ്പം അതൊരു ആരോപണം മാത്രമാണ്, അത് പുരോഹിതന്മാരുടെ വകയാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമമാണ് എന്ന് ജമിഅത്തുൽ ഉലമയുടെ പേരിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിലും പറഞ്ഞു. അപ്പൊ ഇതാണ് വസ്തുത. ഇതിനപ്പുറം ഒരാളും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. വാദിച്ചാൽ അയാളോട്ട് മുജാഹിദും അല്ല. പിന്നെന്താ സംശയിക്കാനുള്ളത്? ജിന്നിനെ വിളിച്ച് സഹായം തേടാന്ന് ഒരുത്തിന് വാദം ഉണ്ടെങ്കിൽ വാ മുജാഹിദ് അല്ല എന്ന് ഉറപ്പിച്ചോളി, വാ സാക്ഷാൽ ഖുറാഫിയാണ്, ഒരു സംശയം വേണ്ട. ഈ പറഞ്ഞ ഞാനായാലും അതിനപ്പുറം ആരായാലും ശരി, എല്ലാവർക്കും അത് ബാധകവുമാണ്. പിന്നെന്തേ തർക്കമുണ്ടായി? യഥാർത്ഥത്തിൽ ഇതുവരെ മടവൂരികൾ പ്രചരിപ്പിച്ച ഈ പ്രചാരണം അത് ചില മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിൽ ഏറ്റെടുത്തു എന്നാണ് വസ്തുത. നമ്മളൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് പോയി ശിർക്ക് പ്രചരിപ്പിക്കുന്നു, ജിന്ന് മലക്കും അഭൗതികമായി സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന് അവര് പ്രചരിപ്പിച്ചു നമ്മെക്കുറിച്ച്. അന്ന് എല്ലാവരും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല കൂട്ടരെ, അങ്ങനത്തെ വിശ്വാസമേ ഞങ്ങൾക്കില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ വിചിന്തനം വാരികയിൽ വ്യക്തമായി MP അബ്ദുൽ ഖാദിർ കരുമ്പ് 2007 എഴുതി. അത് പിന്നീട് പുസ്തകമായി പുറത്തിറങ്ങി, സമസ്തക്കാരുടെ പൊയ്വടികൾ എന്ന പേരിൽ. അതിൽ അദ്ദേഹം പറഞ്ഞു, 8 പതിറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. ഇവിടെ വിമർശകൻ ഉദ്ദേശിച്ചത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. അയാൾ ഇതിൻ്റെ അടിയിൽ ഇടപെട്ട് നോക്കി മുജാഹിദുകൾ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി. അതിന് മറുപടി കൊടുക്കാം. മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും മനുഷ്യ കഴിവിൽ പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പം മനുഷ്യന് അദൃശ്യമായത് ജിന്നിന് ചിലപ്പോൾ ദൃശ്യമായതുണ്ടാകും, മനുഷ്യന് കഴിയാത്തത് ജിന്നിന് കഴിയുന്നുണ്ടാകും. അതൊന്നും ഇബാദത്തിന്റെ നിർവചനത്തിൽ പെടുത്താൻ പറ്റൂല. എന്നിട്ട് ഇപ്പൊ ചിലർ പറയാം ജിന്നിന് ഗൈബ് അറിയുന്നതാണ് ഇവർ പറയേണ്ടത്. അദൃശ്യമായത് അറിയുന്നു പറഞ്ഞപ്പോൾ ഇത് മനുഷ്യന് അദൃശ്യമായത് ജിന്നുകൾക്ക് ഇപ്പൊ ദൃശ്യമായതുണ്ടാകും. നമ്മൾ കാണാത്ത ഓൻ കാണും, അത് ഓൻ കാണുന്നു വിശ്വസിച്ചാൽ ഗൈബ് അറിയുന്നു വിശ്വസിക്കുന്നതല്ല. എന്നിട്ട് പറയാം, മലക്കുകളുടെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ ജിന്നിന്റെ മലക്കിന്റെയും കഴിവൊന്നും ഇബാദത്തിന്റെ നിർവചനത്തിൽ വരൂല. അതിനപ്പുറം കഴിവുണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഇബാദത്താവുക എന്നാ പറഞ്ഞത്. 8 പതിറ്റാണ്ട് കാലം. പിന്നെ എങ്ങനെ അതിൽ തെറ്റി? 8 പതിറ്റാണ്ട് കാലം ഇതാണ് പറഞ്ഞത്. ശേഷം പറയുന്നു, ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്കതീതമായ കഴിവുകൾ അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുക ഇല്ല. ജിന്നിന്റെയും മലക്കിന്റെയും പ്രവർത്തനങ്ങളെപ്പറ്റി അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. വളരെ കൃത്യമാണ്. 2007 ഫെബ്രുവരി 16 വിചിന്തനം വാരിക. ആ എഴുതിയ ആള്
അയാൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് പുറത്തു പോകണമെന്ന് ഈ കാലം വരെ ഒരാളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇത് എഴുതിയ ആൾ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടില്ല. 8 പതിറ്റാണ്ട് കാലം ഇതാണ് മുജാഹിദ് നിലപാട് എഴുതിയപ്പോൾ അത് ശരിയല്ല എന്ന് ആരും അന്ന് പറഞ്ഞിട്ടില്ല. അന്നും ഇന്നും എന്നും ഇതാണ് നിലപാട് എന്ന് എഴുതിയിട്ടും അത് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. ആ എന്നും എന്ന് പറഞ്ഞിടത്ത് നമ്മളൊക്കെ നിന്നപ്പോൾ നമ്മൾ കുഴപ്പക്കാരായി. അതിന് വിട്ടോനോ ഓല് ഉള്ളിലുമായി. യഥാർത്ഥത്തിൽ ഇതിന് വിട്ടോനല്ലേ പുറത്തു പോകേണ്ടത്. ഈ വിചിന്തനം പ്രകാരം ഇതിനപ്പുറത്തേക്ക് ജിന്നിന്റെയും മലക്കിന്റെയും കഴിവും പ്രവർത്തനങ്ങളും ഒക്കെ അഭൗതികമാണെന്ന് ഒരുത്തം പറഞ്ഞാൽ വിചിന്തനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ബുദ്ധിയും വകതിരിവും നഷ്ടപ്പെട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. എന്റെ വകല്ല, ബുദ്ധിയും വകതിരിവും ഉള്ളവൻ പറയില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഒരുത്തം പറയുന്നുണ്ടെങ്കിലോ ഓനെ ബുദ്ധിയും വകതിരിവും ഇല്ല, എന്നാ ഓൻ വേഗം പോണം പെടുന്ന്, ഓനെ പിടിച്ച് പുറത്താക്കണം. അതിന് പകരം ഈ ബുദ്ധിയും വകതിരിവും നഷ്ടപ്പെട്ടു അനുപ്പെടുന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ പിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞ് വല്ല വിരാന്തും കാട്ടിയാൽ അതിനെ പിടിച്ച് പുറത്തേക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഓനെ പിടിച്ച് ചങ്ങലിക്കിടാന്നല്ലാതെ. അപ്പൊ ബുദ്ധിയും വകതിരിയും ഉള്ള ഒരാൾ പറയില്ല ഇതാണ് എന്നും മുജാഹിദുകളുടെ നിലപാട് എന്ന് വിചിന്തനം വാരിക 2007 ഫെബ്രുവരി 16. അത് പുസ്തകമായി പുറത്തിറങ്ങി, സമസ്തക്കാരുടെ പൊയ്വടികൾ എന്ന പേരിൽ. അതേ മനുഷ്യൻ തന്നെ സമസ്തയുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സമസ്ത ഒരുപാട് നുണ പറയാറുണ്ട്. സമസ്തക്കാരുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ പുസ്തകം എഴുതിയപ്പോൾ അതിൽ നുണ നമ്പർ 4 എന്താ കൊടുത്തത്? കരുവമ്പയിലെ ഒരു പുസ്തകം, നുണ നമ്പർ 4. ഇനിയിപ്പോൾ അതിൽ നുണ എന്ന് പറയാൻ നമുക്കറിയില്ല. നുണ നമ്പർ 4 എന്താ? പ്രാർത്ഥന എന്നത് കേവലം ഒരു അപേക്ഷയാണ്. അപ്പൊ കേവലം അപേക്ഷയ്ക്ക് പ്രാർത്ഥന എന്ന് പറയും എന്നത് സമസ്തക്കാരുടെ നുണയാണ് എന്നാ മൂപ്പര് എഴുതിയത്. പ്രാർത്ഥനയെ സംബന്ധിച്ച് കാന്തപുരം മുസ്ലിയാർ പ്രസ്താവിക്കുന്നു, പ്രാർത്ഥിക്കുക എന്നതിന് അപേക്ഷിക്കുക, ചോദിക്കുക എന്നേ അർത്ഥമുള്ളൂ എന്നിട്ട് കരുമ്പുൽ എഴുതുക. കേവലം ചോദ്യത്തിനോ അപേക്ഷയ്ക്കോ പ്രാർത്ഥന എന്ന് പറയുക ഇല്ല. ഇത്തരം ചോദ്യങ്ങൾക്കും അപേക്ഷകൾക്കും ഇവർ പോലും പ്രാർത്ഥന എന്ന് ഉപയോഗിക്കാറുമില്ല. അപ്പൊ കേവലം ഒരു അപേക്ഷയാണോ അത് പ്രാർത്ഥന ആവൂല ആണെന്ന് സമസ്തക്കാരും പറയില്ല. കാന്തപുരത്തിന്റെ പൊള്ളത്തരം യാഥാസ്ഥിക നേതാവ് തുറന്നു കാട്ടുന്നത് നോക്കൂ. മൂസാ നബിയുടെ അപേക്ഷ ഖിദർ ദൈവമാണെന്ന വിശ്വാസത്തോടെ അല്ല, തദ്വാര അത് പ്രാർത്ഥനയാവില്ല. സത്യവിശ്വാസികളുടെ അപേക്ഷയാവട്ടെ ദൈവമാണെന്ന വിശ്വാസത്തോടെ ആയതുകൊണ്ട് പ്രാർത്ഥനയായി. സുന്നി വോയിസ് വരിക. ദൈവമാണെന്ന വിശ്വാസത്തോടെ ഉള്ള അപേക്ഷയാണ് പ്രാർത്ഥന എന്നാണല്ലോ ഈ മുസ്ലിയാർ പോലും ഇവിടെ സമർത്ഥിച്ചത്. കാന്തപുരത്തിൻ്റെത് തനി പൊള്ളയെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. അള്ളാഹുവിന്റെ ദാത്തിലോ അഫ്ആലിലോ സിഫാത്തിലോ പങ്കു ചേർക്കുന്ന വിധത്തിലുള്ള ഏത് അപേക്ഷയും പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കലാണ് പ്രാർത്ഥന. അല്ലാത്തിനും പ്രാർത്ഥന എന്ന് പറയുന്നുള്ളത് നുണയാണ് എന്ന് എഴുതുകയും എന്നിട്ട് സമസ്തക്കാർ തെരഞ്ഞെടുത്ത 51 നുണകൾ എന്ന പേരിൽ പുസ്തകം എഴുതിയിട്ട് അതിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ പറയാം അത് ഒരു പണ്ട് നുണ എഴുതിയിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ കത്തൊടുത്തു. ഇപ്പൊ വിചിന്തനത്തിൽ ഞാൻ എഴുതുന്നതിനെതിരായിട്ട് മുമ്പ് ഞാൻ വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഒഴിവായിട്ടുണ്ട്. അപ്പൊ ഇത് സമസ്തക്കാർ നുണ അല്ലെന്ന അർത്ഥം. അതിനുപരി ഒഴിവായി എന്ന അർത്ഥം എന്താണ്? ഇത് സമസ്തക്കാർ നുണ അല്ല, കാന്തപുരം പറഞ്ഞാണ് ശരി എന്നല്ലേ അർത്ഥം. കാന്തപുരം പറഞ്ഞാണ് ശരി, അന്ന് ഞാൻ മൂപ്പരെ പറ്റി നുണാന്ന് എഴുതിയത് അത് നുണയായിരുന്നു എന്നല്ല അതിനർത്ഥം. എന്നിട്ട് ഇതിന് വിട്ടുപോയ മനുഷ്യന്മാര് ഓരോ സംഘടനയുടെ ആൾക്കാരും ഇത് തന്നെ ഇനിയും പറയണം എന്ന് പറഞ്ഞ ഒരു സംഘടനക്ക് പുറത്ത് പോകേണ്ടവരും അങ്ങനെ പോകാൻ പറ്റില്ല. ഇതിന് വിടാൻ ആർക്ക് കമ്പുണ്ടോ ഓർക്കൊക്കെ പോകാം. ഞങ്ങളിപ്പോഴും ഈ ബുക്കിലാണ്, നമ്മളിപ്പോഴും ഈ പുസ്തകത്തിന്റെ ആദർശത്തിലാണ്, നാം ഇപ്പോഴും ഈ വിചിന്തനത്തിന്റെ ആദർശത്തിലാണ്. ഇത് പോയിട്ടില്ല. ഇത് ശരിയല്ലാതെ എടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം നീ വിട്ടോ എന്ന് ഓനോട് പറയാന്നല്ലാതെ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ അപകടം സംഭവിച്ചത് ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് പറയുന്നവർക്കാണ്. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ജിന്നും മലക്കും അഭൗതികമാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. പിന്നെ ചോദിക്കണമെന്നില്ല. അമാനി പരിഭാഷ എഴുതാൻ അമാനി മൗലവിയുടെ കൂടെ സഹായിയായിട്ടുണ്ടായിരുന്ന PK മൂസ മൗലവി അദ്ദേഹം എഴുതി, അപ്പോൾ അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തിത്തീർക്കുവാൻ ആരെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. ശിർക്കാണെങ്കിൽ മഹാപാപവും. അഭൗതികമായി ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായിന ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മൂവാറ്റുപുഴ സംവാദത്തിന്
യാ ഇബാദ വിഷയം ചർച്ചയ്ക്ക് വന്നു. യഥാർത്ഥത്തിൽ എങ്ങനെ ഹദീസ് ചർച്ചയ്ക്ക് വന്നത് അതും നമ്മൾ മനസ്സിലാക്കുക. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ ഇത് ചർച്ചയ്ക്ക് വന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, സമസ്തക്കാരൻ്റെ വാദപ്രകാരം അഭൗതികമായതും ചോദിക്കുക, ഭൗതികമായതും ചോദിക്കുക, കാര്യകാരണത്തിന് അപ്പുറം ചോദിക്കുക, ഇപ്പുറം ചോദിക്കുക. അതൊന്നും ശിർക്കല്ല. ശിർക്കാകണമെങ്കിൽ ഇലാഹാന്ന് വിശ്വസിക്കണം, സ്വയം കഴിവുണ്ട് വിശ്വസിക്കണം, സ്വമതയത്ത് കൽപ്പിക്കണം, എങ്കിലേ ശിർക്കാകൂ എന്ന് സമസ്തക്കാർ പറയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, അല്ല, അഭൗതികമായത് ചോദിച്ചാൽ പ്രാർത്ഥനയായി, ശിർക്കായി. കാര്യകാരണബന്ധത്തിന് ഉള്ളിലാണോ അത് പ്രാർത്ഥന അല്ല, അതിന് പുറത്താണോ പ്രാർത്ഥനയാണ്. അവര് പറഞ്ഞു അത് നിങ്ങൾ കൊണ്ടുവന്ന പുത്തൻവാദമാണ്. അത് ഇബ്നു തൈമിയാണ് ഇറക്കുമതി ചെയ്തത്. ആ ഇബ്നു തൈമിയയുടെ ഒരു വാദം നിങ്ങൾ കൊണ്ടടക്കുന്നു എന്നേയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കത് സ്വീകാര്യമല്ല, അത് ഖുർആനും ഹദീസും അംഗീകരിച്ചതുമല്ല എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ ചോദിക്കുമായിരുന്നു, ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് ലോകത്ത് ആരാണ് ഈ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയത്? ഇബ്നു തൈമിയയ്ക്ക് മുമ്പ് ലോകത്താരും പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിൽ അവർ പ്രചരിപ്പിച്ചു. അപ്പോൾ നാം പറഞ്ഞു, ഇബ്നു തൈമിയുടെ കിതാബിൽ ഇത്ര ശക്തമായ ഭാഷയിൽ ഇത് കാണുന്നു ശരിയാണ്. കാരണം ഇബ്നു തൈമിയുടെ കാലഘട്ടത്തിൽ ഇത് ജായിസാണ് എന്ന വാദമുണ്ടായി സുബുക്കി എന്ന് പറയുന്ന പണ്ഡിതന്. ഹിജ്റ 750 വഫാത്തായ തഖിയുദ്ദീൻ സുബുക്കി എന്ന പണ്ഡിതന് ഈ പുതിയ വാദവുമായി രംഗത്ത് വന്നു. ഇസ്തിഗാസ ജായിസാണ്, ദുആ എന്ന് പറയണ്ട, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അതിശക്തമായ ഖണ്ഡനങ്ങൾ സലഫി പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു. അപ്പോൾ നാം ചോദിക്കുമായിരുന്നു, സുബക്കിക്ക് മുമ്പ് ലോകത്താരാണ് ഇസ്തിഗാസ പറ്റുമെന്ന് പറഞ്ഞത്? അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമത്തിലാണ് എന്നും സമസ്തക്കാർ. അങ്ങനെയാണ് അലവി സഖാഫിക്ക് പുസ്തകം തന്നെ എഴുതി, തവസ്സുൽ ഇസ്തിഗാസ ചരിത്രത്തോട് നേർക്കുനേർ എന്ന പേര് പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അയാൾ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഈ ഇസ്തിഗാസ ഖുർആൻ അംഗീകരിച്ചതാണ്, നബി അംഗീകരിച്ചതാണ്, സ്വഹാബത്ത് ചെയ്തതാണ്, താബിഉകൾ ചെയ്തതാണ്, തബഉ താബികൾ ചെയ്തതാണ്, സുബക്കി അല്ല അത് പുതിയതായി കൊണ്ടുവന്നത്. അതിന് പല ആയത്തും പല ഹദീസും കൊണ്ടുവന്നു. അതിന് കൊണ്ടുവന്ന ആയത്തായിരുന്നു വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിനാ, കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ചോദിക്കൂ നബിയെ എന്നല്ല പറയുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ ചോദിക്കൽ അഭൗതികമായ ചോദ്യമല്ലേ? ആ അഭൗതിക ചോദ്യം ചോദിക്കാൻ അല്ല പഠിപ്പിച്ചുവല്ലോ, അത് ശിർക്കല്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ അത് ശിർക്കാന്ന് നിങ്ങൾ കണ്ടുപിടുത്തമല്ലേ? നമ്മൾ എന്തു പറഞ്ഞു? ആ ചോദ്യം അഭൗതികമല്ല, ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ആ ചോദ്യം അഭൗതികമല്ല. കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ അള്ളാഹു റസൂലിന്റെ മുമ്പിൽ ഹാജരാക്കി കൊടുത്തിട്ട് അവർക്ക് ഇമാമായി നിസ്കരിച്ചിട്ട് അവർ തമ്മിലുണ്ടായ സംസാരത്തിന് സമയത്തുണ്ടായ ഒരു അധ്യാപനമാണിത്. അത് അഭൗതികമല്ല. ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു എന്ന ആയത്ത് കൊണ്ടുവന്നു. അല്ല വലിയാണ്, റസൂൽ വലിയാണ്, വിശ്വാസികളും വലിയാണ്. അപ്പൊ അള്ളാഹും ചോദിക്കാം, റസൂലിനോടും ചോദിക്കാം, മുഅ്മിനീങ്ങളോടും ചോദിക്കാം എന്ന് അവർ വാദിച്ചു. നാം പറഞ്ഞു ആയത്തുണ്ട്, ആയത്ത് ശരിയാണ്. പക്ഷേ അത് അവരോടൊക്കെ ചോദിക്കാമെന്ന അർത്ഥത്തിലല്ല, ആ ചോദ്യത്തിന് അതിൽ തെളിവുമില്ല. ആ കൂട്ടത്തിൽ പല ഹദീസും കൊണ്ടുവന്ന ഹദീസുകളെ മൊത്തത്തിൽ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന് സ്വഹീഹായ ഹദീസ്, ബുഖാരി മുസ്ലിം അടക്കമുള്ള ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസുകൾ, പക്ഷേ ദുർവ്യാഖ്യാനിച്ചത്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തത്. അതിന് ഉദാഹരണമായിരുന്നു മഹ്ശറിലെ ഇസ്തിഗാസ എന്ന പേരിൽ സുലൈമാൻ സഖാഫിക്ക് എഴുതി മഹ്ശറിൽ ആദം നബിയെ പോയി കാണും, നൂഹ് നബിയെ ചെന്ന് കാണും എന്നൊക്കെ പറഞ്ഞത് അത് ഇസ്തിഗാസയാണല്ലോ. അപ്പോൾ അത് ശിർക്കാണോ? അത് അഭൗതികമല്ലേ? നമ്മൾ എന്തു പറഞ്ഞു? ഹദീസുണ്ട്, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. പക്ഷേ ഇത് അഭൗതികമായ വിളി അല്ല. കാരണം ആ അമ്പിയാക്കൾ അവിടെയുണ്ട്, നാമും അവിടെയുണ്ട്. നേർക്ക് നേരെ കണ്ട് ചോദിക്കുന്ന ചോദ്യം മാത്രമേ ഉള്ളൂ, അവിടെ അഭൗതികത ഇല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതില്ല. അതുകൊണ്ട് അത് നിങ്ങൾക്ക് തെളിവാക്കാൻ പറ്റില്ല. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ എന്ന ഹദീസ് അവർ കൊണ്ടുവന്നു. അള്ളാഹിന്റെ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാബലത്തോടുന്നു. അവർ വാദിച്ചു ഈ കലിമത്തിന്റെ ഉദ്ദേശം അംബിയാ ഉലമാ ആത്മാക്കളാണ്. നമ്മൾ എന്ത് പറഞ്ഞു? ഹദീസ് സ്വഹീഹാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു ചില പദങ്ങളോടെ ഇമാം ബുഖാരിയും ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അഭൗതിക വിളിയല്ല. കാരണം മഹാത്മാക്കളോടുള്ള വിളിയല്ല, ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹിന്റെ സിഫത്താണ്. ആ നിലക്കുള്ള ചോദ്യമേ എവിടെയുള്ളൂ. അത് അഭൗതിക വിളിക്ക് നിങ്ങൾക്ക് തെളിവുമല്ല. രണ്ടാമതൊരു കൊണ്ടുവന്ന ഹദീസുകൾ ലഈഫാണ്, ദുർബലമാണ്, അല്ലെങ്കിൽ മൗദൂ ആണ്, നിർമ്മിതമാണ്. വിഷയവുമായി ബന്ധമുണ്ടാകും, പക്ഷെ സ്വഹീഹല്ല. ഒന്നുകിൽ ലഈഫ് അല്ലെങ്കിൽ മൗദൂ, നിർമ്മിതമായത്. അതാണ് പിന്നെ അവർ സാധാരണ കൊണ്ടുവരുന്ന ഹദീസുണ്ട് വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ.
നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു, അങ്ങനെ രക്ഷപ്പെട്ടു വെള്ളപ്പൊക്കത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്. നമ്മളെന്താ പറയാ, ആ ഹദീസ് മൗലൂ ആണ്, നിർമ്മിതമാണ്, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ നമ്മൾ സ്വഹീഹ് ആണെങ്കിൽ എന്ന് പറയാറില്ല. എന്തുകൊണ്ട്? സ്വഹീഹ് ആണെങ്കിൽ തെളിവാണ്. നൂഹ് നബി മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ പിന്നെ നമുക്കും ചെയ്യാം. പക്ഷെ പഠിപ്പിച്ചു തന്നിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല, അത് നിർമ്മിതമാണ്, പിൽക്കാലത്ത് ആരോ വ്യാജമായി കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചതാണ്. അതുകൊണ്ട് സ്വഹീഹ് അല്ല എന്ന് നമ്മൾ പറയും, സ്വഹീഹ് ആണെങ്കിൽ എന്ന് പറയാറില്ല. മൂന്നാമത് റിപ്പോർട്ട് ദുർബലമാണ്, വിഷയവുമായി ബന്ധവുമില്ല. ദുർബലമാണ്, വിഷയവുമായി ബന്ധവുമില്ല. സ്വഹീഹ് ആണെങ്കിൽ പോലും തെളിവാക്കാൻ പറ്റൂല എന്നർത്ഥം. അതിൽപ്പെട്ടതായിരുന്നു ഇബ്നു ഉമറിന്റെ കാല് ധരിച്ചപ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കാല് ധരിച്ചു. അപ്പോൾ ഒപ്പുള്ള ആള് പറഞ്ഞു ഉദ്കുർ അഹബ്ബൻ നാസിലേക്ക്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നീ ഓർക്കുക. അപ്പോൾ അദ്ദേഹം മുഹമ്മദ് അല്ലെങ്കിൽ യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. അപ്പോൾ കാലിൻ്റെ തരിപ്പ് മാറി. ഇതൊരു തെളിവാക്കാണ്. അലവി സഖാഫിക്ക് പുസ്തകത്തിൽ എഴുതി, അദ്ദേഹം എഴുതിയത് ഇബ്നു ഉമറിന്റെ കാലിന് കലശലായ വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആവലാതി പറഞ്ഞു. അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ മുഹമ്മദ് നബിയെ വിളിച്ച് ഇബ്നു ഉമർ ശമനത്തിനായി ആവശ്യപ്പെട്ടു. അങ്ങനെ കാലിൻ്റെ വേദന സുഖപ്പെട്ടു എന്നാണ് അലവി സഖാഫി എഴുതി. തന്നെ അങ്ങനെ ആക്കി മാറ്റിയതിനെ നമ്മളെന്ത് പറഞ്ഞു? ഈ ഹദീസ് സ്വഹീഹ് അല്ല. വസങ്കടി സംവാദത്തിൽ പേരോട് മുസ്ലിയാർ കൊണ്ടുവന്നത് അവിടെ വിശദമായി സക്കരിയ സ്വലാഹി പറഞ്ഞു ഇത് സ്വഹീഹ് അല്ല. ഇനി സ്വഹീഹാന്ന് സങ്കല്പിക്കുക, എന്നാലും തെളിവല്ല.